So, Steffi, thank you so much for coming on the show. Thank you so much, Ronnie. Yeah, and the wife actually, the first video that we saw of yours, I think was the Mars video, മറ്റേ ഇലോൺ മസ്കിന്റെ മാർസ് വീഡിയോ റൈറ്റ്. ആൻഡ് എന്റെ കുറെ ഫ്രണ്ട്സ് ഇങ്ങനെ ഷെയർ ഒക്കെ ചെയ്തു. പിന്നെ വേറെ വീഡിയോസിലോട്ട് പോയാണ് വി സോ ദാറ്റ് യുനോ ഈ അമ്മയുടെ ക്യാരക്ടർ ചെയ്താണ് കൂടുതൽ ചെയ്യുന്നതെന്ന് മനസ്സിലായി. സോ മൈ വൈഫ് വാസ് ടെലിംഗ് മീ ദാറ്റ് യുനോ ഞാൻ സ്റ്റെഫിയോട് സംസാരിക്കുമ്പോൾ ഐ ഷുഡ് ആസ്ക് യു ദാറ്റ് ഹൗ ഡു യു നോ ഹെർ മോം because you're so relatable. You know that പ്രത്യേകിച്ച് പള്ളിയിൽ പോകുന്ന കാര്യമാണേലും ഈവൻ ഷീസ് യുനോ ലൈക്ക് കാത്തലിക് അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പൊ നൊവേനയും എല്ലാ ദിവസവും ലൈക്ക് ഇറ്റ്സ് വെരി റിലേറ്റബിൾ ടു ഹെർ. So yeah, so being a Catholic, everything happens, every typical thing happens in my home also. Right. So like your content is really addictive എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് I'm saying that in a nice way. It's really relatable കുറെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ എപ്പോഴാണ് ഇത് തുടങ്ങാം എന്നുള്ളൊരു when did you think of okay, let me try doing something like this, content creation ചെയ്യാവുന്നൊക്കെ ഏത് സ്റ്റേജ് എപ്പോഴാണ്, എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? ഇപ്പൊ വർഷം മത്ലബ് 2019 തുടങ്ങിയത്. ആൻഡ് it is the most random thing I did. Right. Totally planned ഒന്നും അല്ലായിരുന്നു. Because it was like, and I come from a very middle class family, to be precise, I come from a middle class Catholic family. Right. There's a difference. There is a difference. Typical right. Mallu Catholic family. So എല്ലാവർക്കും അറിയാം എന്തൊക്കെ നടക്കും വീട്ടിലൊക്കെ. So angane my mother is very religious. My father passed away 3 years back, but he was also a typical Mallu കുടുംബത്തിൽ കാണത്തില്ലേ, പപ്പമാർ ഇച്ചിരി സൈലന്റ്ലി പ്രയർ ചെയ്യും, മമ്മിമാർ ഇച്ചിരി ലൗഡായിട്ട് പ്രയർ ചെയ്യും. പിന്നെ പപ്പമാർ ആ ശാന്തയോടെ പറയാം ആ പള്ളി പോകത്തില്ല, പക്ഷെ നീ പള്ളി പോകുന്നില്ലേടി അങ്ങനെ. സോ അങ്ങനെ ഒരു ദിവസം എല്ലാ ദിവസം മമ്മി ഈസ് വെരി റിലീജിയസ്. സോ എല്ലാ ദിവസം മമ്മി, അപ്പൊ ഷീ എക്സ്പെക്ട്സ് us also to go every day to the church. സോ അപ്പൊ നമ്മള് ന്യൂജൻ ഒരു അതായിട്ട് നമ്മൾ അത്ര പോകാറൊന്നും ഇല്ലല്ലോ. പള്ളി പോകാറുണ്ട്, ദൈവവിശ്വാസമുണ്ട്, പക്ഷേ നമ്മുടെ അലക്സ് വേറെ പ്രിൻസിപ്പിൾസ് ഒക്കെ ഇല്ലേ. പള്ളി പോയില്ലെങ്കിലും ദൈവത്തില് വിശ്വാസമുണ്ട്. To be honest, I am a very religious person, but അങ്ങനെ ഷോ ചെയ്യുന്ന ആളല്ല ഞാൻ. സോ അങ്ങനെ മമ്മി പറഞ്ഞു എല്ലാ ദിവസം ഈ സാറ്റർഡേ നമ്മളെ നൊവേനയൊക്കെ കാണുമല്ലോ, മാതാവിന്റെ നൊവേനയൊക്കെ കാണും. അപ്പം ഒരു ദിവസം ഞാൻ സാധാരണ പിന്നെ മമ്മിയുടെ വായിന്ന് ഒന്നും കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാ ദിവസം പോകും പള്ളിയില്. പിന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെയും കേൾക്കേണ്ടി വരും എന്നുള്ളതിട്ട് പോകും. അപ്പം ഒരു സാറ്റർഡേ മമ്മി മാതാവിന്റെ നൊവേനയായിരുന്നു, പോകുമായിരുന്നു. അപ്പം മമ്മി പറഞ്ഞു നീ പള്ളി വരുന്നില്ലേ? ഞാൻ പറഞ്ഞു വരുന്നില്ല. മമ്മി കുറെ കേൾപ്പിച്ചിട്ട് പോയി, ആ പള്ളിയില്ല, ദൈവവിശ്വാസം ഇല്ല, പിന്നെ എന്തിനാണ് നീ ടിപ്പിക്കൽ ഫാമിലിമേ എന്തൊക്കെ ആവുന്നു അത്. പിന്നെ മമ്മി പോയി കേൾപ്പിച്ചിട്ട് പോയി. പിന്നെ ഞാനിങ്ങനെ ഇരിക്കുവായിരുന്നു. പിന്നെ ഒരു റാൻഡം തോട്ട് ഇങ്ങനെ വന്നു. അപ്പം ഈ ഭുവൻ ഭാം ഒക്കെ യൂട്യൂബേഴ്സ് ഉണ്ട്, അവരിങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പൊ ഞാൻ ചുമ്മാ ഓർത്തു അവര് മീൻസ് അവരും ഇങ്ങനെ ചെയ്യില്ല, ഞാൻ ചെയ്ത് നോക്കിയാലോ എന്ന് ജസ്റ്റ് ഞാൻ ആലോചിച്ചു. അങ്ങനെ ഈ സെയിം ചീസ് ഇപ്പൊ എന്റെ കൂട്ടത്തിലായത്, മമ്മി കേൾപ്പിച്ചതുപോലെ. അപ്പൊ ഞാൻ ഓർത്തു വൈ നോട്ട് ടു ഡു ദിസ്. അങ്ങനെ ഞാൻ റാൻഡമായിട്ട് തുടങ്ങിയതാ, മീൻസ് ഞാൻ ചെയ്യാന്ന് ഓർത്തിട്ട്. പിന്നെ ഞാൻ അത് അപ്ലോഡ് ആക്കി. പിന്നെ നല്ല റെസ്പോൺസ് ആയിരുന്നു. ടിപ്പിക്കൽ മല്ലു മദർ വല എവ്രി വൺ ക്യാൻ റിലേറ്റ് ടു, ബിക്കോസ് നമ്മൾ എല്ലാ ദിവസം അമ്മമാരുടെ വായിന്ന് കേൾക്കുന്നതാ. അങ്ങനെയായിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഐ വാസ് നോട്ട് റെഗുലർ, മീൻസ് 2 മാസത്തിൽ ഒരു പ്രാവശ്യം വീഡിയോ ഇടുക, അങ്ങനെ ഞാൻ അങ്ങനെ ഓർത്തിട്ടില്ല. ജസ്റ്റ് ഫോർ ഫൺ അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പൊ ഈ സൂപ്പർ വുമൺ ലില്ലി സിംഗിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ലില്ലി സിംഗിന്റെയും കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ആ പോയിന്റ് ഓഫ് ടൈമിൽ ഞാൻ ഉണ്ടാക്കാൻ നേരത്ത് പെട്ടെന്ന് എന്റെ ദിമാഗില് ഭുവൻ ഭാമ വന്നിക്ക്, അച്ഛൻ അവനും ഉണ്ടാക്കൂലോ എന്ന്. അങ്ങനെ റാൻഡമായിട്ട് വന്നതാ. ലില്ലി സിംഗ് ഐ എം എ വെരി ബിഗ് ഫാൻ ഓഫ് ഹർ. അപ്പൊ ഞാൻ ആ പുള്ളിക്കാരുടെ വീഡിയോ കാണാറുണ്ട്. പക്ഷെ
ഒരു പെട്ടെന്നൊരു തോട്ട് വന്നത് അങ്ങനെ. ബിക്കോസ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ കണ്ടന്റ്, അതായത് ഇങ്ങനത്തെ റിലേറ്റബിൾ കണ്ടന്റ് ആൾക്കാർ ഉണ്ടാക്കുന്ന കണ്ടത് വിത്ത് ലില്ലി സിംഗ് തുടങ്ങിയപ്പോഴാണ്. ഞാൻ ഇങ്ങനെയും ഇങ്ങനത്തെ സ്കിറ്റ്സ് വീട്ടിലെ അമ്മയപ്പനെയൊക്കെ കളിയാക്കിയുള്ള സ്കിറ്റും ഒക്കെ ചെയ്ത് ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ഐ വാച്ച് ലില്ലി സിംഗ്. അപ്പൊ പിന്നെ ഭുവൻ ബാം ഇസ് ഒബ്വിയസ്ലി എ ഹ്യൂജ് ഹിറ്റ്. അപ്പൊ എവ്രിവൺ നോസ് ഹിം. അങ്ങനൊക്കെ തുടങ്ങിയതാ. പിന്നെ അങ്ങ് ആയി. എപ്പോഴാണ് റെഗുലർ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു തുടങ്ങിയത്? റെഗുലർ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് എപ്പോഴായിരുന്നു? ഇപ്പൊ ഈ വർഷം തന്നെയായിരുന്നു. ബേസിക്കലി ഈ വർഷം മെയ്യില് ഞാൻ നാട്ടിൽ പോയായിരുന്നു. നാട്ടിൽ പോയി കഴിഞ്ഞിട്ടാ, നാട്ടിൽ പോയിട്ട് അവിടുന്ന് കുറെ കോണ്ടന്റ് ഒക്കെ കിട്ടാൻ തുടങ്ങി എനിക്ക് റെഗുലർ ആയിട്ട്. പിന്നെ ഞാൻ ഹോസ്പിറ്റലിലെ ജോബ് വിട്ടായിരുന്നല്ലോ. ജോബ് വിട്ട് പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുമായിരുന്നു. സോ ഹി യൂസ് ടു സപ്പോർട്ട് മീ വെരി മച്ച്. ഐ ഹാവ് ടു ഡു ദി കോണ്ടന്റ്. ഞാൻ ബീച്ചിൽ നിർത്തിയായിരുന്നു, പക്ഷെ എനിക്ക് ടൈം കിട്ടുന്നില്ലായിരുന്നു. ഹോസ്പിറ്റലിലെ വർക്കുമായിട്ട് അങ്ങനെയൊക്കെ ഒത്തിരി ഇങ്ങനെ പ്രശ്നങ്ങളായിരുന്നു. സോ അപ്പം പിന്നെ അവിടുന്ന് ജോലി വിട്ട് കഴിഞ്ഞിട്ട് എന്റെ ഫ്രണ്ട് പറഞ്ഞു, നീ കണ്ടിന്യൂ ചെയ്യ്, ഇത് നല്ല ഇതുണ്ട് നിനക്ക് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നാട്ടിൽ പോയി. നാട്ടിൽ ഇച്ചിരി ചിൽ ചെയ്യാൻ പോയതാ. പക്ഷേ ബൈ സംഹാവ് അപ്പുറത്തെ ചിന്നമ്മാന്റെയും അപ്പുറത്തെ കൃഷ്ണമ്മാന്റെയും ഒക്കെ കണ്ടു അവിടുന്ന് കോണ്ടന്റ് കിട്ടി. കൊറേ അമ്മമാരുണ്ടല്ലോ, ലീലാമാന്റി, ത്രേസാമാന്റി, മേഴ്സി ആന്റി, അങ്ങനെ കൊറേ ആന്റിമാരുണ്ടായിരുന്നു. അപ്പൊ അവര് വീട്ടിൽ വരുമ്പോ കോണ്ടന്റ് എടുക്കുക, അപ്പൊ കോണ്ടന്റ് കിട്ടാനായിട്ട് ക്ഷാമമൊന്നുമില്ല. അതായത് ഒരുപാട് ഇരുന്ന് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരെ നോക്കിയാൽ മാത്രം മതി അല്ലെ? പിന്നല്ല, ഇപ്പൊ നമ്മുടെ പള്ളിയിലും ആണെങ്കിൽ ആന്റിമാരും പിന്നെ നാട്ടിലും ആന്റിമാരും അവരൊക്കെ ആയിട്ട് എന്തെങ്കിലും കുറ്റം പറയുവാണെങ്കിൽ, ആരുടെ എന്തോ കുറ്റം പറയുവാണെങ്കിൽ അതിനകത്ത് കൊണ്ടിനെടുക്കാം. അവളുടെ വീട്ടിൽ ഇതായിടി, അവളുടെ വീട്ടിൽ ഇതായി, അവിടെ ഒന്നും എടുക്കാം. അതെനിക്ക് തോന്നുന്നു ആ ഒരു ഫാക്ടറിലാന്ന് തോന്നുന്നു ആൾക്കാർക്ക് ഇത്ര അങ്ങോട്ട് ഇതായി തുടങ്ങിയത്. വേറെ ഇറ്റ്സ് സോ റിലേറ്റബിൾ ദാറ്റ് നമ്മുടെയൊക്കെ വീട്ടിൽ സംഭവിക്കുന്ന ഒരു ഇതൊക്കെയാണ്. ലൈക്ക് യു സി അറ്റ്ലീസ്റ്റ് യു നോ പീപ്പിൾ ഹു ആർ ലൈക്ക് ദിസ്. അപ്പോൾ ദാറ്റ് മേക്സ് ദ കണ്ടന്റ്. ഈ 1 മില്യൺ റീൽസ്, ഐ മീൻ 1 മില്യൺ വ്യൂസ് ഒക്കെ കിട്ടിയ റീൽസ് ഐ തിങ്ക് 2-3 ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഒരെണ്ണം ഫസ്റ്റ് കിട്ടിയത് മറ്റേ ഇതിനായിരുന്നു, നമ്മുടെ ഞാൻ കിടക്കുക. അപ്പൊ മമ്മി പറഞ്ഞു, ആരോടാണ് ഇത്ര തിരക്ക് സംസാരിക്കുന്നത്, ആരാ ഇത്ര മുട്ടി നിൽക്കുന്നേ, ഇത്ര മുട്ടി നിൽക്കുവാണെങ്കിൽ ഞാൻ കറങ്ങി പോകാൻ. അതപ്പം എനിക്ക് തോന്നുന്ന എല്ലാ മല്ലു കപ്പിൾസിന്റെ വീട്ടിൽ എനിക്ക് തോന്നുന്ന നടന്നിട്ടുണ്ട്, റിലേറ്റബിളാ. അപ്പം രാത്രി സാധാരണ നമ്മള് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടോടും സംസാരിക്കാൻ നേരത്ത് പെട്ടെന്ന് മമ്മിയോ അപ്പം കയറി വരും. പിന്നെ അവര് ശക്കയുടെ ആരോടാ അത് ഇത്ര സംസാരിക്കുന്നത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഒത്തിരി റിലേറ്റബിൾ ആയിട്ട് തോന്നി. ദാറ്റ് വാസ് ദ ഫസ്റ്റ് വീഡിയോ വിച്ച് റീച്ച്ഡ് 1 മില്യൺ. സോ അങ്ങനെ പിന്നെ ഇച്ചിരി നമ്മുടെ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടല്ലോ. അതെ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതെ, ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഇച്ചിരി കൂടെ ലൈക്ക് കോളേജിലൊക്കെ ആയിരുന്ന സമയത്ത് ഇപ്പൊ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ മൈ പേരൻസ് യൂസ് ടു ബി ലൈക്ക് എപ്പോൾ നോക്കിയാലും കുത്തിക്കൊണ്ടിരിക്കുക ഫോണിൽ. ദാറ്റ് യൂസ് ടു ബി ദ ഡയലോഗ്. അതായത് ഫോൺ വിളി നമ്മളിപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഫോൺ വിളിക്കത്തില്ല, പക്ഷെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമല്ലോ ഈ വാട്സാപ്പ് ഇതൊക്കെ വന്ന സമയത്ത്. സോ ഇറ്റ് യൂസ് ടു ബി ലൈക്ക് എപ്പോൾ നോക്കിയാലും ഇതിന്റെ മുന്നിൽ കുത്തിക്കൊണ്ടിരിക്കുക. ആൻഡ് ഹൗ തിങ്സ് ഹാവ് ചേഞ്ച്ഡ് ഇസ് ദാറ്റ് ഇപ്പോൾ ഐ ഹാവ് ടു ടെൽ മൈ പേരൻസ് ദാറ്റ് നിങ്ങളെപ്പോൾ നോക്കിയാലും ഇതിന്റെ മുന്നിലാണല്ലോ. ഫേസ്ബുക്കിന്റെ അകത്താണ് എല്ലാവരും. സോ ഫേസ്ബുക്ക് ന്യൂ ജനറേഷൻ ഇൻസ്റ്റഗ്രാമിന്റെ ഫാൻ ആണെങ്കിൽ അതെ എക്സാക്ട്ലി പേരൻസ് ഫേസ്ബുക്കിന്റെ ഫാൻസാ. സോ ദ ടേബിൾസ് ഹാവ് ടേൺഡ്. പഴയതുപോലെ ഒന്നും അല്ല ഇപ്പൊ. ഞാൻ ഈ പിങ്ക് ലുങ്കിയിലെ ഐ ഹാഡ് റെഡ് ദാറ്റ് ആർട്ടിക്കിൾ ദാറ്റ് ദേ ഹാഡ് റിട്ടൺ അബൌട്ട് യു, ആൻഡ് അതിൽ പറയുന്നുണ്ടായിരുന്നു ദാറ്റ് യു ആർ റിയലി നോട്ട് ഹാപ്പി വിത്ത് ദ ജോബ് യു ആർ ഡൂയിങ് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ആസ്ക് യു, എന്താ പഠിച്ചത്? കോളേജ് എന്താ ചെയ്തത്? ഞാൻ ചെയ്തത് BA ആയിരുന്നു. സെന്റ് മേരി കോളേജ്, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA ചെയ്തു. എന്നിട്ട് ഞാൻ 1 വർഷം ഓഫീസ് മാനേജ്മെന്റ് കോഴ്സ് ചെയ്തായിരുന്നു ഫ്രം ഡൽഹി ഇറ്റ്സെൽഫ്. പിന്നെ ഞാൻ അപ്പൊ എനിക്ക് അറിയത്തില്ലായിരുന്നു എന്താ ചെയ്യേണ്ടത്. പിന്നെ മമ്മി പറഞ്ഞു ഈ കോഴ്സ് ചെയ്തു.
എനിക്ക് മീൻസ് അതെല്ലാം എനിക്ക് തോന്നുന്നത് അത് നാച്ചുറലാ. അപ്പൊ ആ ഏജില് ചിലവർക്ക് മനസ്സിലാവത്തില്ല എന്തുവാ ചെയ്യേണ്ടത്. എനിക്കും അറിയത്തില്ലായിരുന്നു എന്തുവാ ചൂസ് ചെയ്യണ്ടേ ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു ചലോ ഈ വർഷം ഇത് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയർ BEd എന്തെങ്കിലും ചെയ്യാന്ന് ഓർത്തിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. പിന്നെ ആ കോഴ്സ് അങ്ങനെ ചെയ്തു. പിന്നെ ആ കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ നിന്ന് ഇച്ചിരി അയക്കി ഇത് ഇനി എന്നാ ജോലി ചെയ്യാത്ത ജോലി അങ്ങനെയൊക്കെ ആയിട്ട് പക്ഷെ അങ്ങനെ പറയുമായിരുന്നു. ബട്ട് മൈ മദർ വാസ് ഓൾസോ വെരി സപ്പോർട്ടീവ്. സാരില്ല, ജോലി കിട്ടില്ലെങ്കിലും സാരില്ല, നമ്മളൊക്കെ ഇല്ലേ ഇവിടെ, അങ്ങനൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നീ എന്തിനാ ടെൻഷൻ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു. സോ എന്റെ കയ്യിലൊരു അങ്ങനത്തെ ഒരു പ്രഷർ ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ സോഷ്യലി എല്ലാരെ കാണുമ്പോ ഇങ്ങനെ ഇറക്കി ഓക്കെ അവരും ജോബ് ചെയ്യുക ഇവരും ജോബ് ചെയ്യുക, ഞാൻ മാത്രം ഇങ്ങനെ എന്തിനാ കറക്കി അത് വരത്തില്ല. അപ്പൊ അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഓക്കെ ഞാൻ ഇന്റർവ്യൂ തന്നു, കിട്ടി, അങ്ങനെ പോയി. പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നോക്കിയപ്പോ എന്റെ വൈബിലുള്ള ആൾക്കാരല്ല കൂടുതൽ ജോലി ചെയ്യുന്ന. എല്ലാ ദിവസവും ഗോസിപ്പുമായിരുന്നു. ഗോസിപ്സ് അവരിങ്ങനെ ചെയ്തു, അതൊക്കെ കേൾക്കുമ്പോ എനിക്ക് കലി വരും. അവരിങ്ങനെ ചെയ്തു, അത് അവരുടെ ഇങ്ങനെ ആയെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ എന്തിനാ ചുമ്മാ വേറെ ആരുടെ കുറ്റം പറഞ്ഞ് നടന്നേക്കുന്ന? യു ഡു ഓൺ യുവർ വർക്ക്. സോ അങ്ങനെ പിന്നെ നൈറ്റ് ഷിഫ്റ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. നൈറ്റ് ഷിഫ്റ്റിന്റെ കുഴപ്പമില്ലായിരുന്നു. ഐ വാസ് ഓക്കെ ഡൂയിങ് ഇറ്റ്. ബട്ട് പ്രോബ്ലം ഇതായിരുന്നു, ഭയങ്കര വർക്ക് ലോഡ് ആയിരുന്നു. മീൻസ് നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഫ്രീ കിട്ടത്തില്ല അവിടെ. ഒരു മിനിറ്റ് അല്ല, ഒരു സെക്കൻഡ് പോലും ഫ്രീ കിട്ടത്തില്ലായിരുന്നു. അത്രയ്ക്കും വർക്ക് ലോഡ് ആയിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ വരുമ്പോൾ ടോട്ടലി ഫ്രസ്ട്രേറ്റഡ് സീനായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് പിന്നെ ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു ഞാൻ എന്തോ ഇത് ചെയ്യുന്നേ, എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ചെയ്ത് പിന്നെ ഓരോരോ വർക്കിന്റെ നടക്കും, എന്തെങ്കിലും വർക്ക് നടക്ക് പെട്ടെന്ന് എനിക്ക് കരയാൻ വരുമായിരുന്നു. ഇതെന്തോ ആവുന്നെന്ന് പറഞ്ഞിട്ട് ഒരു പാനിക് അറ്റാക്ക് പോലെ വന്നിട്ട് ഞാൻ ഓടിച്ചെന്നിട്ട് വാഷ്റൂമിൽ ഇരുന്ന് പൊട്ടി കരയുമായിരുന്നു. ഇതെന്തോ ആവുന്ന വീഡിയോ എനിക്ക് അപ്പൊ ഇഷ്ടമായിരുന്നു. ഐ ലവ് ഡൂയിങ് ഇറ്റ്. ഞാനിങ്ങനെ ഇപ്പോഴും ഫണ്ണായിട്ട് ഓക്കെ ചെയ്യുവാന്ന് അങ്ങനെയൊക്കെയാ. അപ്പൊ എനിക്ക് ഈ വീഡിയോ ചെയ്യാനും പറ്റുന്നില്ലല്ലോ. വിത്ത് ജോബ് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ ആവണ്ടേ. ഒന്നും ആവുന്നില്ല. ഈ വർക്ക് ലോഡ് ഇത്രയെന്ന് കോണ്ടന്റ് ചിന്തിക്കാൻ പോലും നേരം ഇല്ലായിരുന്നു എന്നെ. അങ്ങനെ പിന്നെ അവിടുന്ന് പിന്നെ ഞാൻ വിട്ടു. പിന്നെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിട്ടു. ഞാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാ ഞാൻ മമ്മിയോട് പറഞ്ഞു തന്നാ പിന്നെ നാട്ടിൽ പോവാൻ നമുക്ക്. നാട്ടിൽ ഇച്ചിരി അപ്പൊ ലോക്ക്ഡൌൺ തുടങ്ങുമായിരുന്നു. എന്തായാലും വീട്ടിൽ കുത്തിയിരിക്കണം. അപ്പം നാട്ടിൽ പോയിട്ട് ഇച്ചിരി ചിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നാട്ടിൽ പോയതാ. പിന്നെ നാട്ടിൽ ചെന്നിട്ട് എൻവയോൺമെന്റ് ഒക്കെ കണ്ട്, അമ്മച്ചീനെ കണ്ട്, ത്രേസ്യാമയോ മറിയാമ്മ ആന്റിനെ കണ്ട് അങ്ങനാണ് തുടങ്ങിയത് അല്ലേ? പിന്നെ അപ്പൊ ഞാൻ ഇച്ചിരി ഹാപ്പി ആയിരുന്നു. ഓക്കെ ഇച്ചിരി ചിൽ ഇത് ആയിക്കോട്ടെ. അപ്പൊ ദാറ്റ് വാസ് വർക്കിംഗ് ഇൻ ഹോസ്പിറ്റൽ വാസ് വെരി ലോ പോയിന്റ്. ഇപ്പത്തെ എക്സ്പീരിയൻസ് വെച്ച് വെരി ലോ പോയിന്റ് ആയിരുന്നു അത്. ഞാനും എഞ്ചിനീയറിംഗ് എടുത്ത് ഇൻ ദ സെൻസ് ദാറ്റ് എല്ലാരും എഞ്ചിനീയർ ആവുന്നോണ്ട് എഞ്ചിനീയർ ആവാം എന്ന് വിചാരിച്ച ഒരു ആളാണ്. ലൈക്ക് ഈവൻ ഐ ഡിഡ്ന്റ് നോ വാട്ട് ഐ വാണ്ടഡ് ടു ഡു ഇൻ ലൈഫ്. ആൻഡ് ദെൻ ഈവൻ ജോലി കയറിയപ്പോൾ ഈവൻ ഐ യൂസ് ടു ഹാവ് ലൈക്ക് ഈ 3 മണിക്കുള്ള ഷിഫ്റ്റ്. അപ്പൊ 1 മണിക്ക് രാവിലെ എണീക്കണം. അങ്ങനെ യു ഹാവ് ടു ഗോ ഫോർ ദ ഷിഫ്റ്റ്. അപ്പൊ ദിസ് ഇസ് വെൻ യു സ്റ്റാർട്ട് വർക്കിംഗ്. അപ്പൊ വെരി സിമിലർ ടു യുവർ സിറ്റുവേഷൻ വേർ ഞാൻ ജസ്റ്റ് ജോലിയിൽ കയറി ആൻഡ് ദിസ് ഇസ് മൈ റിയാലിറ്റി വേർ എല്ലാ ദിവസവും രാവിലെ 3 മണിക്ക് എണീക്കുന്നു. വീക്കെൻഡ് യു മൈറ്റ് ഗെറ്റ് വീക്ക് ഡേയ്സ് 2 ദിവസം ഓഫ്, ബട്ട് വീക്കെൻഡ്സ് എല്ലാരും എൻജോയ് ചെയ്യുമ്പോൾ നമ്മള് യു ആർ സ്റ്റിൽ വർക്കിംഗ്, ജോലി ചെയ്യുക. അപ്പൊ അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് ഐ തിങ്ക് ലൈക്ക് യു സെഡ് ഓരോരുത്തർക്കും ഓരോ യു ഫിഗർ ഔട്ട് വാട്ട് യു വാണ്ട് ടു ഡു ആഫ്റ്റർ എ വെരി വെരി ലോങ് പീരിയഡ് ഓഫ് ടൈം. Everyone, like some people are born with knowing what to do and some people have no clue. I still don't know. Exactly. To be honest, I still don't know. Same with me also. Just I'm doing it. मतलब വീഡിയോ ഉണ്ടാക്കുന്ന എനിക്ക് ഹാപ്പിനെസ് കിട്ടുക. അതുകൊണ്ട് ഐ എം ഡൂയിങ് ഇറ്റ്. മതലബ് ഇപ്പം ഫ്യൂച്ചർ ഇപ്പം നല്ലതായി കഴിഞ്ഞാൽ അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ഇറ്റ് ഈസ് ഗിവിംഗ് മീ ഇംമെൻസ് ഹാപ്പിനെസ് വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കും. അപ്പോ ആ ഒരു കാര്യം പറഞ്ഞപ്പോഴേ, അതായത് ഈ സോഷ്യൽ മീഡിയ യൂസ് മോസ്റ്റ് ഓഫ് us we always blame social media for the way we use it and all of that, right? Appo as a content creator, as someone who gets a lot of DMs, lot of likes, comments and all of that, പ്രത്യേകിച്ച് 1 million views ഒക്കെ കിട്ടുമ്പോൾ how is it that you manage? ഇപ്പൊ എപ്പോഴും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന അല്ലാണ്ട് like how do you manage things in terms of your usage?
യൂസേജ് ഞാനിപ്പം കോണ്ടന്റ് ഞാൻ ബേസിക്കലി തുറക്കും ക്യൂക്കി എനിക്ക് ആഗ്രഹമുണ്ട് സത്യമായിട്ടും പറഞ്ഞ ഐ ട്രൈ ടു റിപ്ലൈ ടു ഈച്ച് ആൻഡ് എവ്രി വൺ ബിക്കോസ് അവര് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും മെസ്സേജ് അയക്കുന്ന ഐ നോ. പിന്നെ ആ റിപ്ലൈ കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു എവ്രിവൺ. പിന്നെ പിന്നെ ഞാൻ മോസ്റ്റ്ലി കോണ്ടന്റ്സ് എന്തൊക്കെ പുതിയത് വന്നു അതൊക്കെ നോക്കാൻ വേണ്ടി മീൻസ് മെയിൻലി എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മാത്രം ഞാൻ അത്ര ചെയ്യാറുള്ളൂ. പിന്നെ എന്റെ കോമെന്റ്സ് നോക്കുക, മെസ്സേജസ് DMs നോക്കുക, അങ്ങനെയൊക്കെ ഇച്ചിരി ഫൺ ചാറ്റ് ചെയ്യുക. പിന്നെ ഇപ്പം വർക്കും ചെയ്യുന്നതുകൊണ്ട് അത് ബാലൻസ് ആയിക്കോളും. I work up to 8 to 4. So after that I get time. So അങ്ങനെ മാനേജ് ആവുന്നുണ്ട്. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. Yeah, I mean, അത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് it's actually a big deal because I did find it very difficult. ഈ ഷോ തുടങ്ങി കഴിഞ്ഞിട്ട് ലൈക്ക് നമ്മൾ എപ്പോഴും കോൺസ്റ്റന്റ്ലി ചെക്കിങ് എത്ര വ്യൂ ആയി, എത്ര ലൈക്ക് ആയി, ആ ഒരു ഇത് വന്ന് തുടങ്ങുമ്പോൾ യു ഇറ്റ്സെൽഫ് ഫീൽ ലൈക്ക് എപ്പോഴും ഫോണിൻ്റെ അകത്താണല്ലോ എന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് തന്നെ വന്നു തുടങ്ങി. ദെൻ ഐ ഹാഡ് ടു ലൈക്ക് തിങ്ക് ഓഫ് ഹൗ am I going to reduce it. അപ്പോൾ ഇഫ് യു ഡോണ്ട് ഹാവ് ദോസ് ചാലഞ്ചസ് ഇറ്റ്സ് അമേസിങ് ദാറ്റ് ആ ഒരു പ്രശ്നം ഇല്ലാത്തത്. പ്രശ്നം മീൻസ് ഇപ്പൊ എത്ര വ്യൂസ് വന്നു, എത്ര ഇത് വന്നു, ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫോൺ വെക്കും. പിന്നെ എനിക്ക് ഓക്കെ വ്യൂസ് വരുവാണെങ്കിൽ വന്നോട്ടെ, ഇപ്പൊ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, ആൾക്കാർ കാണില്ലെങ്കിൽ കാണാതെ, ഐ എം മേക്കിംഗ് സം പീപ്പിൾ ലാഫ് അറ്റ്ലീസ്റ്റ്. സോ ഞാൻ അത്ര ഒന്നും ഓവർതിങ്ക് ആയിട്ട് ചിന്തിക്കാൻ പോകത്തില്ല. ഓക്കെ ഞാൻ ഫോൺ വെച്ചു, പിന്നെ ഞാൻ 1 മണിക്കൂർ എടുത്ത് നോക്കും, അച്ഛാ ഇങ്ങനൊക്കെ വന്നു, ഓക്കെ 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 എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അത്ര ഒരു സീനൊന്നും ഇല്ല ചെയ്യും. Yeah, I mean, no, that's really a big deal. പ്രത്യേകിച്ച് ഇപ്പൊ തുടങ്ങുമ്പോഴുണ്ടല്ലോ when like it's like in some ways ഇപ്പൊ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ യൂസ് എന്ന് പറഞ്ഞാൽ it's like you're getting validation from others when you get the views, when you get the followers and all, right? അപ്പൊ especially ഇപ്പം coming from a very middle class background without an earlier social media following, പെട്ടെന്ന് ഇങ്ങനെ it's like life is changing in one tangent, right? അപ്പൊ അങ്ങനെ നോക്കുമ്പോ like it's a big deal that you have been able to manage it so easily because your growth has come. ഇപ്പൊ പെട്ടെന്നല്ലേ ഒരു ഗ്രോത്ത് ഇപ്പൊ ലാസ്റ്റ് ഒരു ഫ്യൂ മന്ത്സിൽ വന്നത്. അപ്പൊ being sensible and being able to do it the right way is a big deal actually. Yeah. മതലബ് ഐ ആം എ വെരി കൈൻഡ് ഓഫ് ചിൽ പേഴ്സൺ. ഓക്കെ DMs വരിക, റിപ്ലൈ ചെയ്യുക, വ്യൂസ് നോക്കുക, അത്ര ഒരു സീനില്ല. ചില ഇപ്പം ഒരു എന്തെങ്കിലും മീൻസ് I can manage ആവുന്നുണ്ട് because of my job. What I'm doing right now because of the job, it's easily manageable. So അങ്ങനെ ഇപ്പം കുഴപ്പമില്ല. Is it also because you know that your revenue, അതായത് ഇപ്പം you're not making as in your salary അല്ലെങ്കിൽ monthly ജീവിച്ച് പോകുന്നത് ഈ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടല്ല. So ആ ഒരു പ്രഷർ ഇല്ല. That's something you don't have. അങ്ങനത്തെ പ്രഷർ ഇല്ല എനിക്ക് ഇപ്പം തൽക്കാലത്തേക്കില്ല. അറിയത്തില്ല മുമ്പോട്ട് if I grow or ഇനിയും കൂടുതൽ ഗ്രോ ആയി കഴിഞ്ഞാൽ I will think about it. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ പ്രഷർ കൈൻഡ് ഓഫ് ഇല്ല. ഓക്കെ വർക്കും സൈഡ് ബൈ സൈഡ് നടക്കുന്നുണ്ട്, കോണ്ടന്റും സൈഡ് ബൈ സൈഡ് നടക്കുന്നുണ്ട്. അപ്പം ബാലൻസ് ആയിട്ട് പോവുക. മീൻസ് ഐ ട്രൈ ടു മേക്ക് ഇറ്റ്, ഐ മീൻ വർക്ക് ബാലൻസ് ആൻഡ് കോണ്ടന്റ് ബാലൻസ്. സോ അങ്ങനെ ഞാൻ ഇച്ചിരി ബാലൻസ് ആയിട്ട് നടക്കും. That's a really good attitude. എന്താന്ന് പറഞ്ഞാലേ ഇപ്പം ഐ ഹാഡ് ഓൾസോ സ്റ്റാർട്ടഡ് ഇങ്ങനെ പണ്ട് തൊട്ടേ ഇങ്ങനെ കുറെ യൂട്യൂബ് അവിടെ ഇവിടെയും ചെയ്യാം. അപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഇഫ് ഇറ്റ് ഇസ് ദാറ്റ് ഞാൻ ഐ എം ഗോയിങ് ടു ബിക്കം ഹ്യൂജ് ഓൺ സോഷ്യൽ മീഡിയ ആൻഡ് വെൻ യു ഹാവ് ദോസ് എക്സ്പെക്ടേഷൻസ് ദർ സോ മച്ച് അൺവാണ്ടഡ് പ്രഷർ ഓൺ യു. അപ്പോൾ വാട്ട് യു സെഡ് വാസ് ദാറ്റ് ഇങ്ങനെ ചുമ്മാ സൈഡ് ബൈ സൈഡ് യു ആർ ആക്ച്വലി ഹാവിംഗ് ഫൺ വിത്ത് ഇറ്റ്, ഡൂയിങ് വാട്ട് യു ലൈക്ക്, ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് യു ആർ ഏബിൾ ടു മാനേജ് ഓൾ ദീസ് തിങ്സ് റിയലി വെൽ. That is totally true. എക്സ്പെക്ടേഷൻസ് ഒത്തിരി വെക്കല്ല. മീൻസ് പ്രത്യേകിച്ച് ഞാനും അങ്ങനെ ഒത്തിരി എക്സ്പെക്ടേഷൻസ് വെക്കാറില്ല. ഓക്കെ അപ്ലോഡ് ചെയ്തു, ആൾക്കാർ ചിരിച്ചു, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അത്രേ ഓക്കെ. ഇത്ര ടാർഗറ്റ് ആയിട്ട് ഒന്നും എനിക്കറിയാം. ചുമ്മാ എക്സ്പെക്ടേഷൻസ് വെച്ച് കഴിഞ്ഞാൽ അത് തലവേദനയാ. അതുകൊണ്ട് ആദ്യമൊക്കെ എനിക്ക് ആദ്യമല്ല നടുക്ക് ഒരു പോയിന്റ് വന്നായിരുന്നു, അയ്യോ വ്യൂസ് വരുന്നില്ല. അതൊക്കെ ചിലപ്പോ ഒക്കെ അത് സാധാരണ നോർമലി ആലോചിക്കുന്ന. അപ്പൊ എനിക്കൊന്ന് തോന്നിയായിരുന്നു, അയ്യോ വ്യൂസ് കുറവാണല്ലോ. ഓക്കെ പിന്നെ ഞാൻ ഇച്ചിരി എന്റെ മൈൻഡ് സെറ്റ് ആക്കാൻ തുടങ്ങി. ഇത്ര ഒന്നും ചെയ്യണ്ട, എന്നാൽ നോർമൽ ആയിട്ട് എടുക്കുക. ഡോണ്ട് കീപ് എനി എക്സ്പെക്ടേഷൻസ്. നീ യു ആർ ഡൂയിങ് ഇറ്റ് ഫോർ ഫൺ ആൻഡ് അങ്ങനെ ചെയ്യുവാണെങ്കിൽ അങ്ങനെ ആ വഴിക്ക് തന്നെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്.
അപ്പൊ അത്ര എക്സ്പെക്ടേഷൻസ് ഒന്നും വെക്കാതെ നടക്കുമ്പോ ഒരു കുഴപ്പമില്ല. You are happy with it. Yeah, and I think that is the right attitude to have, because ultimately peace of mind illengi idonnum cheyidittu there's no point, right? ഒട്ടും peace of mind ഇല്ലെങ്കിൽ അങ്ങനെ. റോണി എങ്ങനെ മാനേജ് ചെയ്യുന്നേ ഇത് രണ്ടും? എന്റെ സത്യം പറഞ്ഞാൽ ഐ ക്യാൻ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് എനി വൺ ഹൂസ് ആക്ച്വലി മേക്കിംഗ് കണ്ടന്റ്, പ്രത്യേകിച്ച് വെൻ യു ഹാവ് എ ഫുൾ ടൈം ജോബ്. ഇറ്റ്സ് വെരി ചാലഞ്ചിങ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ചില ദിവസം അവിടെ ഇവിടെയും വി ഹാവ് ടു ഈവൻ വർക്ക് ഓൺ വീക്കെൻഡ്സ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത്, ഇപ്പോൾ ഞാൻ സ്റ്റെഫിയോട് പറയുകയാണ് നമുക്ക് ഇന്ന സമയത്ത് 12 PM വിൽ ഡു ഇറ്റ് ഓൺ സൺഡേ ഇഫ് സംതിങ് എൽസ് കംസ് അപ്പ്, ബിക്കോസ് നമുക്ക് ഔട്ട് ഓഫ് ദ 7 days ഇൻ എ വീക്ക് ആ ഒരു 2 ദിവസം വീക്കെൻഡ് ഉള്ളൂ. സോ ഇഫ് സംതിങ് ഹാപ്പൻസ് അപ്പാർട്ട് ഫ്രം വാട്ട് യു പ്ലാൻഡ്, പിന്നെ തിങ്സ് ജസ്റ്റ് ഗോ ഔട്ട് ഓഫ് കൺട്രോൾ. അപ്പോൾ പിന്നെ ഞാൻ സോഷ്യൽ മീഡിയ ഞാൻ കംപ്ലീറ്റ്ലി, പ്രത്യേകിച്ച് ഇനീഷ്യലി എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുണ്ട് ഓഫ് ചെക്കിങ് ഓൾ ദ ടൈം ആൻഡ് ലുക്കിംഗ് അറ്റ് ദ ഫോൺ. ഇപ്പൊ ഞാൻ ഓഫീസിലെ മീറ്റിംഗിലാണെങ്കിലും ചുമ്മാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ എന്തായി. സോ I figured out after a point that this is not going to work out. It's going to എൻ്റെ മെന്റൽ ഹെൽത്തിനും അത്രയും നല്ല അല്ലാന്ന് ചിന്തിച്ചിട്ട് ഇറ്റ്സ് ലൈക്ക് ഇപ്പൊ രാത്രി വല്ല if I look at it for like 15-20 minutes അത്രേ ഉള്ളൂ. That's the extent of it. And so that's how I'm managing so far. ഇതുകൊണ്ട് because I've been managing like this, it's completely okay. Yeah. Okay, I really wanted to ask you, how did you started this podcast thing? Okay, so you're interviewing me now. Okay, so I was you're very curious to ask. Yeah. Appo eniki I have been listening to podcasts for like 4-5 years ipo. There are these podcasters called Joe Rogan and angana kore pinne you're talking about beer biceps when we spoke, right, last time. Appo avade evidem I'd already seen this. Pinne njan ipo usually when people go to work out and all that, they listen to music, right? Appo njan adine pagaram I started listening to these podcasts where people are just talking. And that is like 2-3 മണിക്കൂറൊക്കെ ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഇതിലൊക്കെയാണ്. And I was like, I really want to do something like this because I really enjoy listening to it. അപ്പോൾ എനിക്കും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ പാൻഡമിക് തുടങ്ങി and there was nothing else I could do. like വീക്കെൻഡ് ഒന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ I was like, എന്നാ പിന്നെ let me do this. And ഞാൻ തുടങ്ങിയപ്പം I started with all these hip hop artists who are still not so huge that I cannot reach out to them and talk to them. And there were no shows like this in that genre. അപ്പോൾ മലയാളത്തിലും പോഡ്കാസ്റ്റ് there are, but അത്രയും പോപ്പുലാരിറ്റി there are only like 1-2 പോഡ്കാസ്റ്റ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ അത്ര പോപ്പുലാരിറ്റി ഉള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ചുമ്മാ സൈഡ് ബൈ സൈഡ് തുടങ്ങിയാലോ. ആൻഡ് ഈവൻ ഐ ലൈക്ക് ടോക്കിംഗ് ടു പീപ്പിൾ. ലൈക്ക് ഐ എം യൂഷ്വലി ആൻ ഇൻട്രോവേർട്ടഡ് പേഴ്സൺ, ബട്ട് ഇങ്ങനെ one-on-one കോൺവെർസേഷൻസ് എന്നുള്ള എനിക്ക് ഭയങ്കര താല്പര്യം. ലൈക്ക് ടോക്കിംഗ് അബൌട്ട് ലൈഫ് ആൻഡ് ഈ ജോബിന്റെ കാര്യമാണല്ലോ, ഓൾ ദീസ് തിങ്സ്. ആൻഡ് ഇഫ് someone gets some help out of it, it's great എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് തുടങ്ങിയത്. That is true. Yeah. So you are happy with what you're doing? Yeah, actually this brings me a lot of like ഇപ്പം this channel is not something that is huge or അങ്ങനെ ഭയങ്കര എനിക്ക് ഇതിന്ന് അങ്ങനെ ഒന്നും കിട്ടിയിട്ടൊന്നും അല്ല ചെയ്യുന്നത്. ബട്ട് ഇറ്റ്സ് ഓൺലി ലൈക്ക് യു സെഡ് ആ ഒരു ഹാപ്പിനെസ് ദാറ്റ് യു ഗെറ്റ് ആൻഡ് ഒരു ഫുൾഫിൽമെന്റ് ഉണ്ട്. ബിക്കോസ് ഐ എം വർക്കിംഗ് എ ജോബ് ബിക്കോസ് ഐ ഹാവ് ടു ലിവ്. ലൈക്ക് അല്ലാണ്ട് എനിക്ക് അത്ര പാഷൻ ഉണ്ടായിട്ടൊന്നും ഞാൻ ജോലി ചെയ്യുന്നില്ല. ലൈക്ക് നമുക്ക് വി ഹാവ് ടു ഈറ്റ്, വി ഹാവ് ടു ലിവ്, അതുകൊണ്ട് വി ആർ ജസ്റ്റ് ഡൂയിങ് ദ ജോബ്. ആൻഡ് സൈഡ് ബൈ സൈഡ് ഇഫ് യു ക്യാൻ ഫൈൻഡ് സംതിങ് ദാറ്റ് യു റിയലി ലൈക്ക്, and എന്തെങ്കിലും maybe 10 years down the line if this becomes my full time thing, I'll be really happy. If it doesn't also, I'm okay. So that's the mindset. Same situation. Same situation, yeah. Same situation. Yeah. എനിക്ക് എപ്പോഴും like does your mom watch your content that you create? മമ്മി നടുക്കൊക്കെ കാണാറുണ്ട്. മീൻസ് 1-2-3 പ്രാവശ്യം. മീൻസ് അങ്ങനെ ആയിട്ട് കാണാറില്ല. നോർമൽ ഓക്കെ ഇവളെന്തോ ചെയ്യുന്നുണ്ട്, നോർമൽ മത്സരം. ലൈക്ക് 1-2 വീഡിയോ. പിന്നെ ഞാൻ ഷൂട്ട് കേരളത്തിലായിരുന്നപ്പോ ഞാൻ ഷൂട്ട് ചെയ്യുമായിരുന്നപ്പോ അപ്പം ഞാൻ മമ്മി ഇച്ചിരി സപ്പോർട്ടീവ് ആയിരുന്നു. ഞാൻ പറഞ്ഞു മമ്മി ഇവിടെ നിൽക്കില്ല, മമ്മി മാറി എനിക്ക് ഷൂട്ട് അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ അങ്ങനെ കാണാറില്ല. കാണും 1-2 വീഡിയോ കാണും. പിന്നെ അത്രേ ഉള്ളൂ. ഇവളെന്തോ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് അത്രേ ഉള്ളൂ. മമ്മിക്ക് മെയിൻ ജോബ് ഉണ്ട്. ദാറ്റ്സ് ദ മെയിൻ തിങ്. ബാക്കി സൈഡിൽ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെന്നല്ല, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതെ, അത് കുഴപ്പമില്ലാന്ന്. ഈ
എന്താ അപ്പം മമ്മിയെ കളിയാക്കി, ഐ മീൻ നോട്ട് കളിയാക്കൽ, ബട്ട് യുനോ ഹെർ ക്യാരക്ടറിസ്റ്റിക്സും ഇതൊക്കെ എടുത്തിട്ടാണല്ലോ ഇത് തുടങ്ങിയത്. സോ ഐ വാസ് ഓൾവേസ് വണ്ടറിങ് ഇഫ് യുനോ മമ്മി ഇത് കണ്ടിട്ട് ഷീൽ ബി ലൈക്ക്, നീ എന്നെ കളിയാക്കി വീഡിയോ എടുത്തത് ഇനി അങ്ങനെ ഇടുവൊന്നും വേണ്ട, യുനോ നോട്ട് ഇൻ എ വെരി സീരിയസ് വേ, ബട്ട് യുനോ അങ്ങനെ. അപ്പൊ ഐ തോട്ട് യുനോ ആ റിയാക്ഷൻ കിട്ടിയിട്ടുണ്ടാവോ ഇല്ലയോ അതൊക്കെ ചിന്തിക്കുക. അതുണ്ടായിരുന്നു, ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ വീഡിയോ ഇട്ടപ്പോ, ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോ അപ്പൊ മമ്മി എന്തോ പറഞ്ഞായിരുന്നു, നിന്നെ കളിയാക്കുമ്പോ വേണമല്ല മമ്മി, ഞാൻ അങ്ങനെ ഒന്നും ഇല്ല. നോർമലി നമ്മളിപ്പോ ഞാനിപ്പോ എല്ലാം അപ്പൊ ഞാൻ പറഞ്ഞു മമ്മിയോട് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. ഇപ്പൊ നോർമലി ഞാൻ പറഞ്ഞു അറിയാം, നമ്മൾ ഈ മലയാളി മദറും എല്ലാം ഒരേ സെയിം കാറ്റഗറീസ് അല്ലേ, എല്ലാരും ക്യാരക്ടേഴ്സ് ഒക്കെ അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു അതാ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാതെ മമ്മി എന്നെ മമ്മി നമ്മുടെ ത്രേസമാന്റിനെ കണ്ടില്ല, ആ ആന്റിയുടെ ഒക്കെ ഡയലോഗ് പറഞ്ഞു. അങ്ങനെയൊക്കെ ആയിട്ട് അവൻ പറഞ്ഞു അമ്മ, അപ്പൊ എന്നെ വെച്ച് ചെയ്യും. ടിപ്പിക്കൽ മല്ലു മദർ, ഐ ടോൾഡ് യു, ടിപ്പിക്കൽ അങ്ങനെ. ഞാൻ ഏതോ ഐ ഹാഡ് സീൻ വൺ വീഡിയോ വേർ യു ഹാഡ് ഷോഡ് ദാറ്റ് ഷീ വാസ് ലാഫിംഗ്. ഐ തിങ്ക് ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിലെങ്ങാണ്ട് യു ഹാഡ് പുട്ട് സംതിങ്. ഷീ വാസ് വാച്ചിങ് വൺ ഓഫ് ദ വീഡിയോസ് ദാറ്റ് യു ഡിഡ് ആൻഡ് ഷീ വാസ് ലാഫിംഗ്. അപ്പൊ അത് കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക്, ഓ ഷീസ് ആക്ച്വലി എൻജോയിങ് യു നോ വാട്ട് യു ഡൂയിങ് ഓൾസോ. അത് ഞാൻ കാണിച്ചു തന്നു. അപ്പൊ മമ്മി ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ശരിയാ, എനിക്ക് ഇപ്പോഴും ഓർമ്മ വന്ന. അപ്പൊ മമ്മി ഒത്തിരി ചിരിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട്. ഞാൻ മമ്മിനെ കാണിച്ചായിരുന്നു. അപ്പം എത്രയായിരുന്നു, എനിക്ക് ഒരു 1000 വ്യൂസോ 2000 വ്യൂസും കൊണ്ട് ഞാൻ മമ്മി ഇതുകൊണ്ട് എനിക്ക് ഇത്ര വ്യൂസ് കിട്ടി അങ്ങനെ കാണിച്ചെന്ന മമ്മിയോട് നോർമൽ ആയിട്ട്. അപ്പൊ മമ്മി കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയി. ഈ like did you tell her that you have videos that have 1 million views? മമ്മിയോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ മമ്മിയോട് മമ്മിയോട് ഒരു പ്രാവശ്യം പറഞ്ഞാലോ എനിക്ക് തോന്നുന്നത്. മമ്മി എനിക്ക് ഇത്ര ഐ ടോൾഡ്, ഞാൻ പറഞ്ഞു മമ്മി എനിക്കില്ല ഇത്ര 1 മില്യൺ വ്യൂസ് കിട്ടി. അപ്പൊ മമ്മി എന്താ എന്നാ മമ്മി ഒരു മില്യൺ വ്യൂസ് എന്ത് 1 മില്യൺ അല്ലേ? 1 മില്യൺ ഇവിടെ $1 മില്യൺ വല്ല കിട്ടിയായിരുന്നേ പിന്നെ കേട്ടത് എന്ത് വ്യൂസ്. അതിനകത്ത് കാശിലും കിട്ടുപടി അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനൊന്നും ഇല്ല. അപ്പൊ ഇത് നോർമലായിട്ട് അത്ര ഒന്നും ഹൈപ്പ് ഒന്നും ഇല്ല. അത് ഞാൻ പറഞ്ഞില്ല, മമ്മിയോട് പറഞ്ഞപ്പോ ഐ തിങ്ക് എന്ന് വെച്ചാൽ ഈ ഒരു സോഷ്യൽ മീഡിയന്ന് യുനോ നമുക്ക് ഇങ്ങനെ മോണിറ്റൈസ് ചെയ്ത് കാശ് ഉണ്ടാക്കാം, ആഡ്സ് ഇങ്ങനെ ഇതൊക്കെ വരുമെന്ന് ഐ തിങ്ക് ഇപ്പോഴും ലോട്ട് ഓഫ് ഇപ്പൊ നമ്മുടെ പേരൻസ് ഒക്കെ അൺലെസ് ദേ ആർ യുനോ റിയലി അവെയർ ഓഫ് ഇറ്റ്, അല്ലെങ്കിൽ ദേ ഡോണ്ട് നോ ദാറ്റ് യുനോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അല്ലാണ്ട് പൈസ കിട്ടും, ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ മേക്കിംഗ് മണി ബൈ ഡൂയിങ് ദിസ് യുനോ റെഗുലർലി എന്നുള്ള ഒരു അവർക്കറിയില്ലായിരിക്കും. അത് ശരിയാ. മമ്മിയോട് ഞാൻ ചിലപ്പോ ഇപ്പം ചില ആക്ടേഴ്സിന്റെ ഒക്കെ എനിക്ക് DMs വരുമ്പോ അപ്പൊ ഞാൻ മമ്മിയോട് പറയാറുണ്ട്, മമ്മി ഇന്ന് ഇവരുടെ എനിക്ക് DM വന്നു അങ്ങനെ പറഞ്ഞ. അവരോട് വല്ലതും പറ സിനിമയ്ക്കകത്ത് കിടക്കാൻ. അയ്യോ അതാ. അപ്പൊ അങ്ങനെയായിട്ട് അപ്പൊ മീൻസ് അങ്ങനെയായിട്ട് എനിക്ക് ചിരി വരും അമ്മയുടെ ഒരു കാര്യം. ഈ ആക്ടിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ ഐ തിങ്ക് ഐ ഹാഡ് സീൻ മറ്റേ പൂർണിമ ഇന്ദ്രജിത്ത് ഹാഡ് ആക്ച്വലി കമന്റഡ് ഓൺ വൺ ഓഫ് യുവർ വീഡിയോസ് ആൻഡ് ഓൾ ദാറ്റ്. ഇറ്റ്സ് ആക്ച്വലി ഒരു അതായത് ഇപ്പൊ യു ഹാവ് സ്റ്റാർട്ടഡ് ഡൂയിങ് ദിസ് 2019 എനിക്ക് തോന്നുന്നു ഇപ്പോഴാണല്ലേ ഒരു കംപ്ലീറ്റ് റീൽസും ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ഗെയിം അങ്ങ് മാറിയതല്ലേ? ടോട്ടലി ചേഞ്ച്. റീൽസ് വന്നോടെ എല്ലാവർക്കും മീൻസ് എല്ലാരും അവരവരുടെ കോണ്ടന്റ് പുട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ റീൽസ് ഈസ് ഗെറ്റിംഗ് വെരി ഹൈ, റീച്ച് ഈസ് ഗെറ്റിംഗ് വെരി ഹൈ. എല്ലാരും കാണുന്നുണ്ട്. പിന്നെ പ്ലസ് ട്രെൻഡിങ് റീൽസ്, ഓരോരോ സോങ്ങിന്റെ ട്രെൻഡിങ് റീൽസ് വരുമ്പോ അത് ഹൈപ്പ് അപ്പ് ആവും. അങ്ങനെ റീൽസ് വാസ് വെരി യൂസ്ഫുൾ ഫോർ മീ. ഐ തിങ്ക് IGTV ഇടുമായിരുന്നു ഞാൻ ആദ്യമൊക്കെ. IGTV അല്ലായിരുന്നു. പിന്നെ ആൾക്കാരുടെ ആ വ്യൂ ഇത്ര സെക്കൻഡ്സിന്റെ മാത്രമേ അറ്റൻഷൻ കിട്ടത്തുള്ളൂ ഒക്കെ ഉണ്ടല്ലോ. 1 മിനിറ്റ് ആരും അത്ര വലിയ വീഡിയോ ഒന്നും കാണത്തില്ല. മീൻസ് ഒത്തിരി കുറവ് ആൾക്കാരെ, അല്ലെങ്കിൽ അത്ര ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിരിക്കണം. പിന്നെ അതുകൊണ്ടാണ് ഞാൻ റീൽസിൽ ഷോർട്ട് ആൻഡ് ക്രിസ്പ്, പിന്നെ ഒരു ഡയലോഗ് അങ്ങനെ അങ്ങനെയായിട്ട്. എനിക്കൊന്ന് ഈ കണ്ടിന്യൂ വാച്ചിങ് വരുമ്പോഴത്തേനും ആൾക്കാർ സ്ക്രോൾ അല്ലേ, അത് കാണണ്ടെന്ന് വിചാരിച്ചങ്ങ് പോവും. അപ്പൊ ഈവൻ ഞാനും അങ്ങനെ, ഞാനും അത്ര
IGTV ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ സ്റ്റാർട്ടിങ് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ മാത്രം അത് എനിക്ക് തോന്നുന്നത് അത് എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ സ്റ്റാർട്ടിങ് ഇൻട്രസ്റ്റിംഗ് കാണും, ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഹാഫ് കണ്ടിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അടുത്ത് അതാണ് ആ കണ്ടിന്യൂ വാച്ചിങ്ങിന്റെ കുഴപ്പം. റീൽസ് ആണെങ്കിൽ പെട്ടെന്ന് കറക്റ്റ്. റീൽസ് എത്ര 30 സെക്കൻഡ്സ് ആണോ? 30 സെക്കൻഡ്സ് 30 സെക്കൻഡ്സ് ഇടാറുള്ളൂ മാക്സിമം 30 അല്ലെങ്കിൽ കൂടി പോയ 45 സെക്കൻഡ്സ്. ഇപ്പൊ 60 സെക്കൻഡ്സും വന്നില്ലേ, അപ്പൊ അങ്ങനെ കൂടി പോയ 45 സെക്കൻഡ്സ് അങ്ങനെ ആയിട്ടില്ല. മോസ്റ്റ്ലി 30 സെക്കൻഡ്സിന്റെ ഞാൻ ചെയ്യുന്നത് അത്രേ ഉള്ളൂ. അതിന്റെ കൂടെ പോയാല് ആൾക്കാർ ബോർ ആവുന്ന എനിക്ക് തോന്നുന്നത്. ഷോർട്ട് ആൻഡ് ക്രിസ്പ്. പിന്നെ പൊതുവെ ആൾക്കാരുടെ അറ്റൻഷൻ സ്പാൻ ഇപ്പൊ വളരെ കുറവാണല്ലോ. സോ ഇറ്റ് ആക്ച്വലി മേക്ക് സെൻസ് ഇഫ് യു ക്യാൻ കൺവേ എ മെസ്സേജ് വിത്തിൻ 30 സെക്കൻഡ്സ്. എനിക്ക് ലൈക്ക് I have been doing content that is like 1 hour, 1.5 മണിക്കൂർ and all that, right? So when I find it really difficult to condense something to 30 seconds. Like adoru skill aanu, making something 30 seconds is not something very easy to do also. അതുണ്ട്. ഞാനിപ്പം ഓർക്കുവാണെങ്കിലും ചെറിയ ചെറിയ ഡയലോഗ്സ് എനിക്ക് ആഡ് ചെയ്യാൻ തോന്നും, പക്ഷെ ടൈം ലിമിറ്റേഷൻസ് കുറവായതുകൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണം. മീൻസ് ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആൻഡ് എല്ലാവർക്കും ഓക്കെ കണ്ടു പാടെ ഷെയർ ചെയ്യുന്ന വേസ അത്രയ്ക്ക് ഇഷ്ടപ്പെടണം വേസ വളത്തിൽ. സോ അങ്ങനെ അപ്പൊ അത് ട്രൈ ചെയ്യും ഞാൻ. എനിക്ക് ചെറിയ ചെറിയ പാർട്സ് ജैसे ചെറിയ ചെറിയ ഡയലോഗ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ, ക്യൂക്കി അതിനകത്ത് ഇച്ചിരി ലോ ഇതാവും. ആ കാണുമ്പോ ആ എക്സൈറ്റ്മെന്റോട് കൂടെ കാണണം ആ സാധനം. അങ്ങനെ ആയിട്ട് ഈ എന്താ ഞാൻ പറയാൻ വന്ന ഈ ആക്ടിങ്, യുവർ റിയലി ഗുഡ് ആക്ടർ ഇൻ ദ സെൻസ് ദാറ്റ് ഇപ്പൊ നമ്മൾ അമ്മയായിട്ട് അഭിനയിക്കുന്ന കണ്ടാൽ തന്നെ ഒരു അമ്മയാണെന്ന് തോന്നിപ്പോവും. ദാറ്റ്സ് ദ റിയലി ഈവൻ ദ മേക്കപ്പ് ദാറ്റ് യു ഡു ഫോർ ദാറ്റ്, നോട്ട് മേക്കപ്പ്, ആ മുടി കെട്ടുന്നതും ഇറ്റ്സ് ഓൾ നമ്മുടെ ടിപ്പിക്കൽ അമ്മമാർ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ആക്ടിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ are you someone who is really interested? Let's say you get an opportunity now. ഇപ്പൊ there are a lot of people who are actually looking at you and your content. അപ്പോ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ is that something you are interested to pursue? ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പം നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ I will surely grab it. That is true. അത് ഡിപ്പെൻഡ് ചെയ്യും എനിക്ക് എന്തുവാ, എന്ത് റോളാ, എന്ത് സ്ക്രിപ്റ്റാ, എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അതൊക്കെ നോക്കിയിട്ട് വേണം പറയാൻ വേണ്ടി. ഇപ്പം എന്തും എടുത്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് നോക്കണം ഏത് ഇതാ. ഇപ്പൊ മൈ ഫേവറേറ്റ് വിൽ ബി ഇഫ് ഐ വിൽ ബി ഡൂയിങ് ഇറ്റ്, മൈ ഫേവറേറ്റ് വിൽ ബി ഒരു മൂവി കണ്ടിട്ടുണ്ടോ ബോളിവുഡില്, തന്നു വെറ്റ്സ് മന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് അങ്ങനത്തെ റോൾ ഭയങ്കര ഇഷ്ടാ. മാധവന്റെ കൂടെ അവന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ബപ്പി എന്ന് പറഞ്ഞ പേര്. വൺ സപ്പോർട്ടീവ് വെരി ഫണി ഫ്രണ്ട്. അങ്ങനത്തെ ഒക്കെ കോമഡി ക്യാരക്ടറാ. ആ ഹീറോ ആയിരുന്നു. അവന്റെ കൂടെ ഒരു സപ്പോർട്ട് ചെയ്യാൻ അവന്റെ ഫ്രണ്ട്, ഹി വാസ് വെരി വെരി ഫണി. അങ്ങനത്തെ ഒക്കെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതിപ്പം ഫാൻസ് ഓഫ് യോഴ്സ് ഹു ആർ പ്രോബബ്ലി പ്രൊഡ്യൂസേഴ്സ് ഓർ ഡയറക്ടേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ദേ നോ ദാറ്റ് യു ആർ ഇൻട്രസ്റ്റഡ് ടു ഡു ദാറ്റ്. എല്ലാരും കേൾക്കുന്നുണ്ട്. അതെ, എക്സാക്ട്ലി. അമേസിങ്. ഐ മീൻ ഇറ്റ്സ് ഇന്നത്തെ ഒരു ഇതിലുണ്ടല്ലോ, ലൈക്ക് യു നെവർ നോ എവിടുന്ന ഓപ്പർച്യൂണിറ്റി വരുന്നതെന്ന്, ബിക്കോസ് യു ഡോണ്ട് ഹാവ് ടു ബി എനി വൺ ടു ഗെറ്റ് വ്യൂസ് or as in if you're good, you just have the opportunity that's there. So that's the social media has helped everyone. Means chances ഒക്കെ കിട്ടാനും, ഇപ്പൊ സിംഗേഴ്സ് ആയാലും ആക്ടേഴ്സ് ആയാലും അവർക്ക് നോട്ടീസ് ചെയ്യാൻ ആൾക്കാരെ. പണ്ടൊക്കെ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി ഫിലിമിലും പോലും ചെയ്യണമെങ്കിൽ എത്ര ഓഡിഷൻസ് കൊടുക്കണം, എത്ര ഇത് കൊടുക്കണം. ഇപ്പൊ വേ ടു ഈസി ആയി. നിങ്ങൾക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാം, നിങ്ങളുടെ തന്നെ പ്ലാറ്റ്ഫോം വെച്ച് നിങ്ങൾക്ക് കാണിക്കാം. അപ്പോ ദാറ്റ് ഈസ് എ വെരി ഗ്രേറ്റ് തിങ്. ഇപ്പൊ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇഫ് യു വാണ്ടഡ് ടു ബിക്കം ആൻ ആക്ടർ, നമ്മള് നമ്മുടെ റീലോ എന്തെങ്കിലും ആസ് ഇൻ യുവർ ടേപ്പ് ഓർ സംതിങ് യു ഹാവ് ടു ഗോ ആൻഡ് സെൻഡ് ഇറ്റ് ടു എ ഡയറക്ടർ, ഹി ഹാസ് ടു സീ ഇറ്റ്, ഓഡിഷൻ, അങ്ങനെ പല ഇതും ഉണ്ടല്ലോ, സ്റ്റേജസ് ഉണ്ടല്ലോ. ആൻഡ് നൗ ഇറ്റ്സ് സോ മച്ച് മോർ ഈസിയർ ടു ഗെറ്റ് തിങ്സ് ഡൺ. ഈസി. നിങ്ങളുടെ തന്നെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇടുക, അത് ആൾക്കാര് കാണുക. അപ്പം ഭയങ്കര എല്ലാം ഒത്തിരി ഈസി ആയി. ഒരു പോസിറ്റീവ് സൈഡ് നോക്കി കഴിഞ്ഞാൽ അത് പിന്നെ ആയിരിക്കും നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നു, അത് ദാറ്റ് മാറ്റേഴ്സ്.
എങ്ങനെ യൂസ് ചെയ്യുന്നു. There was this 3-part series where you had done നമ്മുടെ മലയാളി ആക്സന്റ് സെക്സി ആയിട്ട് ഇത് ചെയ്ത ഇതില്ലായിരുന്നോ? So that was again one video which was like നമ്മൾ സംസാരിക്കുന്നത് നമുക്കറിയാം, നമ്മളിപ്പോ ക്യൂടെക്സ് എന്ന് പറയുന്നതാണേലും സെറ്റിപ്പ് എന്ന് പറയുന്നതാണേലും all those things, right? I think that like how do you get those ideas? അതായത് what is the creative process behind this? അതായത് do you sit down and write scripts about what you want to do? എന്താണ്, how do you get these ideas and all that? That was basically, to be honest, there was a video of Sulochana Casey. She made a video on Nepali accent. So that video, when I saw it, I got very inspired. I thought നമുക്ക് മലയാളം ആക്സന്റിനകത്ത് എന്തെങ്കിലും ആക്കാലോ വെറുതെ. ആ പുള്ളിക്കാരിയായിരുന്നു എന്റെ ഇൻസ്പിറേഷൻ, ടു ബി ഓണസ്റ്റ്. ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു ഹർ. ആ പുള്ളിക്കാരിയുടെ ആ വീഡിയോ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ഓർത്തു അപ്പൊ നമുക്ക് മലയാളി ആക്സന്റിലും ആക്കാലോ എന്ന് വിചാരിച്ചിട്ട്. ക്യൂക്കി ദാറ്റ് ഈസ് എ വെരി ക്യൂട്ട് തിങ്. നമ്മളെ ഇപ്പം എന്തെങ്കിലും സെറ്റി പിന്ന് അങ്ങനെയൊക്കെ പറയുമ്പോ ദാറ്റ് ഈസ് എ വെരി ക്യൂട്ട് തിങ്. അപ്പൊ അങ്ങനെ ഞാൻ ആ വീഡിയോ കണ്ടു. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ ഇതിനകത്ത് ആക്കാലോ. എത്ര മീൻസ് അപ്പൊ വേർഡ്സ് കുറെ ഉണ്ടല്ലോ. വേർഡ്സ് എല്ലാ ദിവസവും വീട്ടിലും ഉണ്ട്, പുറത്ത് എന്തെങ്കിലും ആന്റിമാരോടോ അങ്കിൾമാരോടോ സംസാരിച്ച അതുകൊണ്ട് വാട്സാപ്പ് അതെല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് കിട്ടിയതാ. പിന്നെ അതിനകത്ത് അത്ര ആലോചിക്കേണ്ട വന്നില്ല. ക്യൂക്കി വേർഡ്സ് ഓൾറെഡി നമ്മൾക്ക് അറിയാം. നമ്മൾ തന്നെ ചിലപ്പോ ആ വേർഡ്സ് യൂസ് ചെയ്യും അറിയാതെ. ബീങ് എ മലയാളി ഞാൻ എത്രയോ വേർഡ്സ് അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഓരോരോ വേർഡ്സ് കിട്ടിയ അങ്ങനെ ഉണ്ടാക്കിയതാ ഞാൻ. അത് ഇൻസ്പിറേഷൻ പുള്ളിക്കാരിയായിരുന്നു. അത് 3 parts അങ്ങാണ്ട് ഉണ്ടാക്കിയായിരുന്നല്ലേ ആ വീഡിയോ? 3 parts ഉണ്ടാക്കി അതിന്റെ. ദാറ്റ് video got very much likes and very much views. And I think alkar they were giving you more words in which you could actually do it, alle? Yeah. Alkar ikku thode addict aya video kandittu part 4 part 5 part 6 part 7 ഈ വേർഡ്സ് ഉണ്ട്. They were very supportive. My audience were very supportive. എനിക്കാണെങ്കിൽ റാൻഡംലി DMs വരും ഈ വേർഡ്സ് അങ്ങനെ ആയിട്ട്. അപ്പൊ ആൾക്കാർ തന്നെ എനിക്ക് വേർഡ്സ് തന്നോണ്ട് ഇരുന്നു. I totally love my audience. They are very supportive. ഇങ്ങനെ ഈ ചേച്ചി ഈ വീഡിയോ ഉണ്ടാക്കി, ഇന്ന് എന്റെ വീട്ടിൽ ഇത് നടന്നു, ഇതിനെ കുറിച്ച് സ്ക്രിപ്റ്റും വേണമെങ്കിൽ തരുന്ന രീതിയിലാണല്ലേ? ചിലപ്പോ അവര് പറയും ഇത് എനിക്കറിയത്തില്ല. അവര് മൊത്തം സ്ക്രിപ്റ്റ് തന്നെ എനിക്ക് അയച്ചു തരും. ഇതുണ്ടാക്കും വേണമെങ്കിൽ ഞാൻ സ്ക്രിപ്റ്റ് തരാം. ഐ തിങ്ക് സ്റ്റെഫി അത് അഭിനയിക്കുന്ന കാണാനുള്ള ഒരു ഇതിലാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അത് ആ ആഗ്രഹം ആയിരിക്കും. ചേച്ചി എന്റെ വീട്ടിൽ ഇങ്ങനെ നടന്നു, ഈ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞു തരും. അപ്പൊ ഓക്കെ ഐ വിൽ ട്രൈ ടു ക്രിയേറ്റ് ഇറ്റ് ഇൻ മൈ ഓൺ വേ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഐ ട്രൈ ടു ഗിവ് റിപ്ലൈ ടു ദം. അങ്ങനെയൊക്കെ ആയിട്ട് they are very sweet. അപ്പൊ ഐഡിയാസ് കിട്ടാനായിട്ട് ഇറ്റ്സ് നെവർ ഡിഫിക്കൽട്ട് അല്ലെ? ഒന്നില് പള്ളി പോയാൽ മതി, അല്ലെങ്കിൽ വീട്ടിൽ അമ്മ പറയുന്ന എന്തെങ്കിലും കേട്ടാ മതി. ഇവരൊക്കെ കണ്ടന്റ് ഇഷ്ടം പോലെ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അത് ഒരു കോണ്ടന്റ് ഇഷ്ടം പോലെ ഉണ്ട്. ഒബ്സർവ് ചെയ്യണം ആൾക്കാരെ. മീൻസ് ഒബ്സർവ് ചെയ്തിട്ട് പിന്നെ അതല്ല ദിസ് മേക്കിംഗ് ഈസ് നോട്ട് അറ്റ് ഓൾ ഈസി തിങ്. യു ഹാവ് ടു ക്രിയേറ്റ് ഇറ്റ്. ഏത് ആംഗിളിൽ കൊണ്ടുവരണം, ഏത് ഡയലോഗ് വേണം, അതിന് ഒത്തിരി നിങ്ങളുടെ എടുക്കും. ക്രിയേറ്റിവിറ്റി വേണം, ഒത്തിരി ക്രിയേറ്റിവിറ്റി വേണം. അത് ഞാൻ പറയത്തില്ല. ടീക്ക് നിങ്ങളുടെ കയ്യിൽ കോണ്ടന്റ് ഉണ്ട്, നിങ്ങൾക്കറിയാം ഇത് ചെയ്യണം. പക്ഷെ അതെങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നാണ് മെയിൻ കാര്യം. ഇപ്പൊ ചുമ്മാ ഒരു ഡയലോഗ് അവിടെ നിന്ന് പറഞ്ഞു, ഒരു ഡയലോഗ് ഇവിടെ നിന്ന് പറഞ്ഞു. ഇപ്പൊ റോണി കണ്ടിട്ടുമാണ് ഞാൻ കയ്യിൽ കത്തി എപ്പോഴും എടുക്കുന്നത്. അതൊക്കെ എല്ലാം നോക്കണം എങ്ങനെയാ നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നതെന്ന്. ഏത് ആംഗിളിനാ ഏത് ഡയലോഗ് പറയണം. മീൻസ് ഈ ചെറിയ ഡയലോഗ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആ ഡയലോഗ്, അതൊക്കെ അതിനകത്ത് ഇച്ചിരി ടൈം എടുക്കും. പെട്ടെന്ന് അതൊന്നും വരത്തില്ല. ചിലപ്പോ ഉണ്ട് there are days when I feel low because കോണ്ടന്റ് കിട്ടത്തില്ല. അതെനിക്ക് തോന്നുന്നു നോർമൽ ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ എല്ലാവർക്കും ആവുന്ന ഒരു സംഭവമാണ്. കോണ്ടന്റ് ചിലപ്പം കിട്ടാതെ ആയിപ്പോവും. അപ്പൊ നിങ്ങള് വെരി ലോ ഫീൽ ചെയ്യും. അങ്ങനത്തെ സ്റ്റേജസ് ഉണ്ട്. ഇപ്പൊ 2-3 ദിവസം മുമ്പ് എനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു, അയ്യോ ഐഡിയാസ് കിട്ടുന്നില്ല, എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ
അപ്പം being a content creator, നിങ്ങൾക്ക് fear of not getting ideas is very It's a common thing. common thing. Common thing. So ആ fear എനിക്കും എപ്പോഴും വരാറുണ്ട്. Yeah, because even though reels ഇപ്പൊ 30 സെക്കൻഡേ ഉള്ളൂ എങ്കിലും I think the work that goes into it, even ഇപ്പൊ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ the acting, like you said, there's a lot more that people probably don't realize that is happening in the back end. ഒത്തിരി എഫേർട്സ് ഉണ്ട് കേട്ടോ റോണി, സത്യം പറഞ്ഞ ഒത്തിരി എഫേർട്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ഒരു ഞാൻ ചെയ്ത സാധനത്തിനകത്ത് ഞാൻ എഫേർട്സ് ഇത്ര ചെയ്തിട്ടില്ല, എത്ര കോണ്ടന്റിനകത്ത് എഫേർട്സ് ഇട്ടത്. അത് പഠിക്കുന്ന കാലത്ത് ഒന്നും എഫേർട്സ് ഇട്ടിട്ടില്ലായിരുന്നു. അമ്മ അവിടെ പഠിക്കണി പറഞ്ഞപ്പോ അപ്പോഴൊന്നും ഇട്ടില്ല. ഇതൊരു സംഭവമാണ്. അതിനകത്ത് ഞാൻ ഒത്തിരി എന്റെ എഫേർട്സ് ഇട്ടിട്ട് ഞാൻ ചെയ്യും. പിന്നെ എന്റെ ഫ്രണ്ട്സ് ഒത്തിരി സപ്പോർട്ടീവ്, അവര് എനിക്ക് ഐഡിയ തരും. അങ്ങനെ ഒത്തിരി എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, അവൻ എപ്പോഴും എനിക്ക് ഓരോരോ ഐഡിയ തന്നോണ്ടിരിക്കും. ഇത് ചെയ്യും. ദേ യൂസ് ടു പുഷ് മീ, ഇത് ചെയ്യെന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു മോട്ടിവേഷൻ കിട്ടും. ബാക്കി ഒത്തിരി എഫേർട്സ് ഉണ്ട് കോണ്ടന്റ് ഉണ്ടാക്കാൻ. അതൊരു ചെറിയ അങ്ങനത്തെ കാര്യമല്ല. അപ്പൊ are you someone who is like ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരുന്ന് ചെയ്യുന്ന കൂട്ടത്തിലാണോ? അതായത് ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ ഞാൻ വീഡിയോ ഉണ്ടാക്കുന്ന എഫേർട്ട് എടുക്കും, അങ്ങനൊന്നും ഇല്ല അല്ലെ? ഇറ്റ്സ് ലൈക്ക് whenever you feel inspired you just do it. Totally not. ഇത് ഒരു പെട്ടെന്ന് ഒരു ഐഡിയ വന്നാ ഉണ്ടാക്കി എഴുതും. ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ഐഡിയ വരത്തില്ല. എനിക്ക് അതുകൊണ്ട് ഞാൻ ഇരിക്കാറില്ല. ഞാൻ എന്തെങ്കിലും പാത്രം കഴുകുവോ, അത് അടിച്ചു വരുവോ, അങ്ങനെ ചെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് റാൻഡംലി കിട്ടുന്നത്. അത് ഞാൻ എനിക്ക് തോന്നുന്നത് എനിക്ക് ഇരുന്ന് ഇതുവരെ ഒരു കോണ്ടന്റ് ഐഡിയ കിട്ടിട്ടില്ല. അല്ലെങ്കിൽ വീട്ടിൽ നടക്കുന്ന സംഭവം, അല്ലെങ്കിൽ പുറത്ത് ആന്റിമാർ എന്നെ എന്തെങ്കിലും പറഞ്ഞോ, അല്ലെങ്കിൽ പള്ളി നടക്കുന്ന സംഭവം, അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടും. മീൻസ് അങ്ങനെ ഇരുന്ന് ഞാൻ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോ ഈ ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് പറയുന്ന കേൾക്കുമ്പോഴൊക്കെ ഇപ്പൊ പണ്ടും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലിപ്പോ ആരെങ്കിലും വന്ന് സംസാരിക്കുവാണേലും എന്തേലും even though it was there back then, ipo I think you might be observing things so keenly അല്ലെ? അതായത് ആൾക്കാര് ഇറ്റ്സ് ലൈക്ക് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള ഒരു ഇതിൽ എപ്പോഴും ഇങ്ങനെ ആൾക്കാരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ? ടോട്ടലി. അതെനിക്ക് തോന്നുന്ന എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും അങ്ങനെയാ. മീൻസ് ആൾക്കാരെ എങ്ങനെ ഒബ്സർവ് ചെയ്തോണ്ടിരിക്കും. എനിക്കാണെങ്കിൽ ഇപ്പൊ ഭയങ്കര സന്തോഷം. ആന്റിമാരൊക്കെ വീട്ടിൽ കയറി വന്ന് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, എന്താ പറയുന്നത്. സാധാരണ ഏരിയയിലോട്ട് വരാത്ത ആൾക്കാരൊക്കെ അല്ലെ? സാധാരണ ഏരിയയിലോട്ട് പോകത്തില്ലായിരുന്നു. ഇപ്പൊ ആണെങ്കിൽ ഓരോരോ വേർഡ്സ്, അച്ഛാ ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ്. പിന്നെ ഞാൻ എനിക്ക് ഇപ്പൊ ഞാൻ ഡൽഹിയിൽ പഠിച്ചു വളർന്ന, അപ്പം എന്റെ ഡയലോഗ്സ് ഞാൻ പറയുന്നത് വേറെ ആന്റിമാര് പറയുന്നത്, വേറെ മമ്മിമാര് പറയുന്നത്, അതൊക്കെയാ. എന്റെ ടോട്ടലി മിക്സ് ലാംഗ്വേജാ. എനിക്ക് ടു ബി ഓണസ്റ്റ് ഞാൻ അത്രയും ഫ്ലുവന്റ് അല്ല മലയാളത്തില്. പിന്നെ ഞാൻ പഠിച്ചു വളർന്നത് മലയാളി സ്കൂളിലായിരുന്നു. അങ്ങനെ എനിക്ക് മലയാളം പറയാനും എഴുതാനും വായിക്കാനും അറിയാം. അങ്ങനെ അപ്പൊ ടോട്ടലി മിക്സാ. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം എല്ലാം മിക്സ് എന്റെ. അങ്ങനെ പ്രോപ്പർ ആയിട്ടില്ല. അപ്പൊ അങ്ങനെ എനിക്ക് ചില വേർഡ്സ് കിട്ടത്തില്ല. അപ്പൊ ഞാൻ ചോദിക്കും, ഇതിന്റെ മീനിങ് എന്താ, ഇതിന്റെ മീനിങ് എന്താന്ന് പറഞ്ഞു. അപ്പം അപ്പൊ എന്റെ കസിൻ പറയും, ഇനി അടുത്തത് ആ വേർഡ് കൊണ്ട് കോണ്ടന്റ് ഉണ്ടാക്കാനായിരിക്കും അല്ലേ. അങ്ങനെ ശ്രദ്ധിച്ചിരിക്കണം. അത് തന്നെ ഇപ്പൊ ഒരു ജോലിയാണല്ലേ, ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പം എന്റെ വർക്കിലും 2-3 മലയാളികൾ എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ അവര് ഇങ്ങോട്ട് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു ആന്റിമാരിങ്ങനെ വന്ന് സംസാരിക്കുന്നത്. പിന്നെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടാ. കോണ്ടന്റ് കിട്ടും. ആര് പറഞ്ഞോ അങ്ങനെ അവിടെ അയ്യോ അടിപൊളി. But it's really അതായത് what you do, right? it means a lot to a lot of people. അതാണ് the success that you've got already ഈ ഒരു short span of time is also because of and our skill. You definitely have a lot of skill as a content creator, so I think you should never stop doing something like this, because it brings ഇപ്പൊ നമ്മളിപ്പോ വിഷമിച്ചിരിക്കുമ്പോഴൊക്കെ ചില സമയത്ത് ഒരു വീഡിയോ കാണുമ്പോഴായിരിക്കും നമ്മളെ ചിയറപ്പ് ചെയ്യുന്നത്. അപ്പൊ മെസ്സേജസ് വരാറുണ്ട് ഒത്തിരി. അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നും. ഒത്തിരി പേരുണ്ട് ഇങ്ങനെ, ചേച്ചി ഇപ്പം ഞാൻ കല്യാണം കഴിച്ചു, ഇപ്പം
ഒരു ഹിന്ദുവോടെ കല്യാണം കഴിച്ച് എന്റെ മമ്മി എന്നോട് സംസാരിക്കുന്നില്ല, ചേച്ചിയുടെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം, മോമിന്റെ ഫീൽ അതൊക്കെ എനിക്ക് കേൾക്കുമ്പോ ഭയങ്കര എനിക്ക് ഇഷ്ടം. I mean, that is something I crave for. അതൊത്തിരി സന്തോഷം, ചെറിയൊരു സന്തോഷം, ചെറിയല്ല ഒത്തിരി വലിയ സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അങ്ങനെയായിട്ട് ഇതുവരെ ആരെങ്കിലും അങ്ങനെ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നെഗറ്റീവ് എനിക്ക് നെഗറ്റീവ് പറഞ്ഞായിരുന്നു, 1-2 മാക്സ് ടു മാക്സ് ഇപ്പം വരെ വന്നത്. അത് ടോട്ടലി കോമൺ സെൻസ് ഇല്ലാത്ത വർത്തമാനങ്ങളായിരുന്നു. സോ വാട്ട് ഐ ഡിഡ് വാസ് ഐ ബോസ്റ്റഡ് ദെയർ ഈഗോ ഓൾസോ. അങ്ങനെയായിരുന്നു. ഓഹോ, ഞാൻ അങ്ങനെ ചെയ്യാം കേട്ടോ, എനിക്കറിയാം ഞാൻ അങ്ങനെ ചെയ്യാനൊന്നും പോകുന്നില്ല. സർക്കാസ്റ്റിക് വേയിൽ എനിക്കറിയാം. മീൻസ് ഇഫ് യു ആർ ഇൻ എ കോണ്ടന്റ് വേൾഡ് ദർ വിൽ ബി ഒരു ഹേറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും ഏതോ ഒരു ലോകത്തിന്റെ കൊടയിൽ. അപ്പൊ ഞാനും ഓർത്തു എന്റെ ഏത് ഹേറ്റേഴ്സാ, ഞാനാണെങ്കിൽ ടിപ്പിക്കൽ വല്ലു ഫാമിലി ചെയ്യുന്നത്, ഞാനാണെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂനെ കുറിച്ചും പറഞ്ഞില്ല, ഒന്നും പറയുന്നില്ല. ചിലവര് പറയും, ഇപ്പം മലയാളി ആക്സിഡന്റിനകത്ത് എന്തോ ഒരു കമന്റ് വന്നായിരുന്നു, ഇത് ഇച്ചിരി ഓവറായി കേട്ടോ. ഞാൻ പറഞ്ഞു ഐ ടോട്ടലി റെസ്പെക്ട് യുവർ പോയിന്റ് ഓഫ് വ്യൂ, ബട്ട് ഐ ലവ് ദിസ് ഇസ് മൈ സ്റ്റൈൽ ആൻഡ് മൈ ഓഡിയൻസ് ടോട്ടലി ലവ്സ് ഇറ്റ്, സോ ഐ വിൽ ബി കണ്ടിന്യൂയിങ് ഇതൊക്കെ. അവര് ഒരു വ്യക്തി എന്നോട് പറഞ്ഞു ഇത് നിങ്ങൾ ചെയ്യുന്നത് എന്തുവാ ടോട്ടലി മോക്ക് ആക്കുക. ഞാൻ ആ വീഡിയോനകത്ത് ഡിസ്ക്ലെയിമർ ഇട്ടായിരുന്നു, ഐ ടോട്ടലി ലവ് ഇറ്റ്, ഐ തിങ്ക് ദിസ് ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആക്സെന്റ് തിങ് എവർ. സോ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ആ ഡിസ്ക്ലെയിമർ ഞാൻ ഓൾറെഡി ഇട്ടതാ, എനിക്ക് അങ്ങനെ പ്രശ്നമില്ല. ദിസ് ഇസ് ടോട്ടലി മെയ്ഡ് ഫോർ ഫൺ, ഒരു ചിൽ പർപ്പസ് ആയിട്ട്. പുള്ളിക്കാരെ എനിക്ക് തോന്നുന്നത് അത് കണ്ടില്ലായിരിക്കും. അപ്പൊ എന്നോട് പറഞ്ഞു ഇത് ഇച്ചിരി ഓവറാ. അപ്പൊ ഞാൻ അപ്പൊ എനിക്ക് പിന്നെ ഞാൻ എന്തിനാ ചുമ്മാ കിടന്ന് ഇത് ആവാൻ പോന്നെ, ആർഗ്യൂ ചെയ്യാൻ പോന്നെ. എനിക്ക് പിന്നെ ഇങ്ങനെ ആർഗ്യൂ ചെയ്തത് ചുമ്മാ എന്റെ പീസ് ഓഫ് മൈൻഡ് കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവരുടെ ഈഗോ തന്നെ ബൂസ്റ്റ് ചെയ്യാ. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല, അവർ പറഞ്ഞത് എന്തായാലും ചെയ്യാൻ പോകുന്നില്ല, പിന്നെ എന്തിനാ ചുമ്മാ ആർഗ്യൂ ചെയ്യുന്നേ. അപ്പൊ ഞാൻ അവന്റെ തന്നെ ഈഗോ ബൂസ്റ്റ്. ഓക്കെ, ഐ വിൽ ടേക്ക് ഇറ്റ് ഡൗൺ. ഓക്കെ, എനിത്തിങ് എൽസ് സർ? ഐ തിങ്ക് ഈ ഡിസ്ക്ലെയിമർ നമ്മുടെ ഈ വീഡിയോ തന്നെ ആയിരുന്നു അല്ലേ, നമ്മുടെ ആ ആക്സെന്റ് മറ്റേ സെക്സി മലയാളി തിങ്, ഇറ്റ് വാസ് ഇൻ ദാറ്റ് അല്ലേ? ഡിസ്ക്ലെയിമർ ഒരു ചെറിയതായിട്ട് കൊടുത്തു. ചിലപ്പം അറിയത്തില്ല ഏത് സെൻസിൽ എടുക്കാന്ന്. ഇപ്പൊ എനിക്കറിയാമെങ്കിൽ ഞാൻ ചുമ്മാ ഫൺ വേല് ചെയ്യുക, എല്ലാവർക്കും അറിയാതെ. 100% അത് തന്നെ 100% 1-2 ആൾക്കാർ എനിക്ക് എണ്ണിയാൽ 2 ആൾക്കാർ എന്തോ പറഞ്ഞു, അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാണ്. അപ്പൊ അത് സാധാരണ കാര്യമാക്കി അത് കണ്ടാൽ മനസ്സിലാവും. അത് കണ്ടാൽ മനസ്സിലാവുമെങ്കിൽ ഒരു സീരിയസ് എന്തോ അല്ല, അത് ചുമ്മാ എല്ലാരും that is a very typical thing I did. So അങ്ങനെ. And there's always going to be someone or the other who doesn't like. If നമുക്ക് തന്നെ there are content creators that who are huge who we don't like, right? But there are always going to be people who dislike you and like you no matter what you do. അപ്പൊ അത് ഡിഫറൻസും ഉണ്ട് റോണി. അത് നിങ്ങളെ ഏത് വേല് പറയുക. ഇപ്പൊ നമ്മളെ ഒരാളെ അവരുടെ കോണ്ടന്റ് ഇഷ്ടമല്ലെങ്കിൽ ഓക്കെ, അവര് ചെയ്തോട്ടെ, നമുക്ക് എന്തുവാ, അവര് ചെയ്തോട്ടെ. അവര് മേ ബി ദേ ആർ ഗെറ്റിംഗ് ഹാപ്പിനെസ് ഫ്രം ദാറ്റ്, സോ അവര് ചെയ്തോട്ടെ. യു ഡു യുവർ ഓൺ തിങ്. ഓക്കെ, ഇപ്പം ആർക്കെങ്കിലും നഷ്ടമൊന്നും വന്നില്ലല്ലോ. You also upload on YouTube അല്ലെ? ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ലൈക്ക് യൂട്യൂബ് ചാനൽ എന്തോ കണ്ടായിരുന്നു. ഇറ്റ്സ് ദ സെയിം കണ്ടന്റ് യു അപ്ലോഡ് ദെയർ ഓൾസോ അല്ലേ? യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്, പക്ഷെ ഇപ്പൊ അത്ര ആക്റ്റീവ് അല്ല. ഇപ്പൊ ഞാൻ ആകാൻ തുടങ്ങി ആക്റ്റീവ് ഇച്ചിരി യൂട്യൂബിലൊക്കെ. ഇൻ ദ സെൻസ് ലൈക്ക് മോണിറ്റൈസേഷൻ ഒക്കെ കൂടുതലും ഐ ഡോണ്ട് നോ ഇൻസ്റ്റാഗ്രാമിൽ മോണിറ്റൈസേഷൻ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ആഡ്സ് ഒക്കെ മോണിറ്റൈസേഷൻ മെയിൻലി ബ്രാൻഡ് വർക്കിലേ ഉള്ളൂ. ബ്രാൻഡ് എത്ര കിട്ടുന്നോ അങ്ങനെ. ഇപ്പം അപ്പൊ ഞാൻ ചെയ്തു ബ്രാൻഡ് വർക്കും, ഞാൻ 1-2 ബ്രാൻഡ് ഇപ്പം കിട്ടുന്നത് ഞാൻ ചെയ്തായിരുന്നു. അതിനകത്ത് അങ്ങനെ എനിക്ക് മോണിറ്റൈസേഷൻ ആവുന്നുണ്ട്. ബാക്കി യൂട്യൂബിൽ ഇപ്പൊ ഞാൻ തുടങ്ങി, ജസ്റ്റ് ഇപ്പം കയറിയതേ ഉള്ളൂ. ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ടാക്കി വെച്ചു. ആദ്യം സ്റ്റാർട്ടിലൊക്കെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചു. പിന്നെ അങ്ങനെ ടൈം ഒന്നും കിട്ടിയില്ല. പിന്നെ ആ ടീക്ക് ഇപ്പൊ ഞാൻ ഇച്ചിരി നാളായിട്ട് ടീക്ക് ആക്കുന്നുണ്ട്. സെയിം വീഡിയോ, അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന വീഡിയോ തന്നെ അല്ലേ അവിടെ ഇടുന്നത്, അതോ സെപ്പറേറ്റ് കണ്ടന്റ് ഒന്നും അല്ലല്ലോ? ഓക്കെ, ടോട്ടലി സെയിം വീഡിയോ യൂട്യൂബിനകത്ത്. ഇപ്പൊ ക്യൂക്കി ചിലവർ എന്നോട് പറഞ്ഞായിരുന്നു ഈ ഇപ്പൊ മമ്മീനെ കാണിക്കണമെങ്കിൽ അവരൊന്നും ഇൻസ്റ്റാഗ്രാമിലില്ലല്ലോ,
അപ്പം പേരൻസിനെ കാണിക്കണമെങ്കിൽ അപ്പം അവർ പറഞ്ഞു ഒന്ന് പ്ലീസ് അപ്ലോഡ് ചെയ്യുക. അപ്പൊ ഞാൻ അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യാൻ സ്റ്റാർട്ട് തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് അടിപൊളി. നമുക്ക് ഷോ നിർത്തുന്നതിന് മുന്നേ ഐ വോണ്ട് ടു ലൈക്ക് ആസ്ക് യു ഇഫ് വി കുഡ് ഡു സം എന്ന് വെച്ചാൽ ലൈക്ക് ഇപ്പോൾ ഒരു റോൾ പ്ലേ പോലെ ഇംപ്രഷൻസ് പോലെ ഞാനിപ്പോൾ ഒരു സിനാരിയോ തരുവാണെങ്കിൽ വിച്ച് ഇസ് വെരി കോമൺ, ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ വളരെ കോമൺ സിനാരിയോസ്. ഇഫ് നമുക്ക് ഐ ജസ്റ്റ് വോണ്ട് ടു സീ വാട്ട് ഹൗ യു വിൽ റിയാക്ട് ടു ദാറ്റ്. ഓക്കെ അപ്പൊ സിനാരിയോ എന്തായിരിക്കും? ഓക്കെ, അപ്പൊ സിനാരിയോ 1 ലൈക്ക് ഞാൻ ഒരു സിനാരിയോ പറയാം വിച്ച് ഇസ് വെരി കോമൺ ടു യു. ഓക്കെ, ഇപ്പൊ ലെറ്റ്സ് സേ ഐ എം ദ സൺ ആൻഡ് യു ആർ ദ മദർ. ഞാനിപ്പോ പള്ളി പോവാൻ മടി പിടിച്ചിരിക്കുകയാണ്. അപ്പോ വാട്ട് വിൽ യുവർ റിയാക്ഷൻ ബി? ഇപ്പൊ ഇഫ് യു ആർ ദ മദർ, വാട്ട് ഇസ് യുവർ ഇതെന്നുള്ള രീതിയിൽ നമുക്ക് വിൽ ജസ്റ്റ് ഗിവ് ഇറ്റ് എ ഷോട്ട്. ഓക്കെ, അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പൊ Okay, I'll probably come to you, and I'll be like, അമ്മ ഇന്ന് പള്ളി പോവാൻ എനിക്ക് തലവേദന, അമ്മ ഇന്ന് എനിക്ക് പള്ളി പോകണ്ട. അപ്പം സ്റ്റാർട്ട്. റോണിയെ എന്നടാ എനിക്കടാ പള്ളി വരാൻ വേടാ. ഇല്ല അമ്മ, ഇന്ന് എനിക്ക് തലവേദന എടുക്കുന്നു, അത് ശരിയാവില്ല. തലവേദനയോ? നിനക്ക് എല്ലാ ദിവസവും ഓരോരുത്തർ അങ്ങോട്ട് വേദനയോ അവിടെ വേദന ഇവിടെ വേദന എന്ന് പറഞ്ഞോണ്ടിരിക്കുമല്ലോ. പള്ളിയില്ല, പട്ടക്കാരും ഇല്ല, ദൈവവിശ്വാസം ഇല്ല. നീ എന്നത്തിനാണ് ജീവിക്കുന്നേ? ഇന്നലെ പള്ളി പോയല്ലേ അമ്മ, വെറുതെ എല്ലാ ദിവസവും പള്ളി പോണോ? നിന്റെ കാല് തളർന്നു പോയോ? തലവേദന എടുക്കുന്ന അമ്മ, പള്ളി പോകാൻ തോന്നുന്നില്ല. നീയൊക്കെ നരകത്തിലേ പോകത്തില്ല, നീയൊക്കെ ഒരിക്കലും സ്വർഗത്തിൽ പോകത്തില്ല. നീ ആദ്യം നോട്ട് ചെയ്ത് വെച്ചു. നോട്ട് ചെയ്ത് വെച്ചോന്ന് പറഞ്ഞേക്കാം. That is my mommy's wala thing. നീ നോട്ട് ചെയ്ത്. അയ്യോ മൈ ഗോഡ്, ഇത് that I think എന്റെ മനസ്സിൽ when I think of you, the one thing that comes is മറ്റേ ഇലോൺ മസ്കിന്റെ മറ്റേ മാർസിൽ പോയിട്ട് you have that foil ഒക്കെ ഇട്ടിട്ടുള്ളൂ. I think whenever I'm sad or if people don't know about that, I'm sure എല്ലാരും ഇത് കാണുന്ന എല്ലാവർക്കും ആ വീഡിയോ അറിയാം. But I think that brings me so much happiness, so much happiness just to see you. എലോമോന്റെ കൂടെ വന്നതൊക്കെ പറഞ്ഞേക്കും. അതിന്റെ ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നത് മിസ്റ്റർ ആദർശ് നായറിനായിരിക്കും. ക്യൂക്കി പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞ അങ്ങനെ ചെയ്യാൻ വേണ്ടി. അത് ടോട്ടലി എന്റെ ഐഡിയ അല്ലായിരുന്നു, അത് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞതാ. ഞാൻ ആ പുള്ളിക്കാരനോട് സ്ക്രിപ്റ്റ് പറഞ്ഞു. അപ്പം പറഞ്ഞു ഇത് ലാസ്റ്റിൽ ഇന്ന് എലോമോ എന്ന് നീ പറഞ്ഞു. അപ്പൊ അതാണ് ആ വീഡിയോയിൽ ഹിറ്റ് ആയത്. ടോട്ടലി താങ്ക്സ് ടു ദിസ് മാൻ. Yeah, I mean, the part where ഇപ്പം ആദ്യം ദുബായ് അല്ല ഡൽഹി ദുബായ് പിന്നെ US പോകുന്നു, till there it was like yes, oh it's nice, it's fun, but the next point is where it got crazy, like ആ ഒരു അടുത്ത ലെവലായിരുന്നു. ഞാൻ അതാ കേൾപ്പിച്ചേ, ആ പാട്ട് വാസ് എന്റെ ഐഡിയ. ഞാൻ പുള്ളിക്കാരനെ കേൾപ്പിച്ചു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു ഈ ലാസ്റ്റ് പാട്ട് നമുക്ക് എലോമോൻ ആഡ് ചെയ്തല്ലോ. ശരിക്കും അത് ലൈക്ക് ഓരോ വീഡിയോ ചെയ്യുമ്പോൾ ഡു യു ഓൾറെഡി നോ ദാറ്റ് ഈ വീഡിയോ മൈറ്റ് പെർഫോം ബെറ്റർ ദാൻ സം ഓഫ് മൈ അതർ വീഡിയോസ്? അങ്ങനെ ഒരു ചിന്ത ഉണ്ടോ? എനിക്ക് ഒരു ഫീൽ വരും അകത്തുനിന്ന്. ഞാൻ ഹാപ്പി ആണെങ്കിൽ ആ വീഡിയോ നല്ലതായിരിക്കും. മീൻസ് എനിക്ക് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഓക്കെ, ഞാൻ ചിരിക്കുവാണെങ്കിൽ ഓക്കെ ടീക്കെ, അത് അപ്പോഴേ ഞാൻ അപ്ലോഡ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യത്തില്ല. ഇപ്പൊ ഞാൻ ആ വീഡിയോ കണ്ടിട്ട് ഓക്കെ ഇത് നല്ല ഞാൻ ഇത് ചെയ്യണം എന്ന് അപ്പോഴേ ഞാൻ ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ല അപ്ലോഡ്. ക്യോക്കി എനിക്ക് അത് വേണ്ടാക്കി ഒറ്റൊരു നിമിഷം എനിക്കറിയത്തില്ല, അത് ഒറ്റൊരു നിമിഷം ഇത് വേണ്ടാക്കി എന്റെ വീഡിയോ കണ്ടിട്ട് ആൾക്കാര് ചില വീഡിയോസ് ഞാനും കാണുമ്പോ അവര് ഫണ്ണി ആയിട്ട് ചെയ്യും, പക്ഷെ എനിക്ക് ഒട്ടും ചിരി വരത്തില്ല. അപ്പോ ഞാൻ അങ്ങനെ എനിക്ക് മീൻസ് എന്റെ കോണ്ടന്റിൽ ഞാൻ എപ്പം ശ്രദ്ധിക്കുമെങ്കിൽ ഞാൻ എന്തുണ്ടാക്കുന്നോ അതിനകത്ത് എന്ന് പറഞ്ഞിട്ട് ചിരിക്കണം. അതെനിക്കറിയത്തില്ല എന്റെ വാശിയാന്ന് പറയും, പക്ഷെ എനിക്ക് വേണം അങ്ങനെ.
means അതൊരു I നല്ല like ബെഞ്ച് that. മാർക്ക് ആണ് ആക്ച്വലി ടു ഹാവ് ബിഫോർ ഐ അപ്ലോഡ് അൺലെസ് ഐ എം ലൈക്ക് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ഇഫ് ഇറ്റ് ഡസന്റ് മേക്ക് മീ ലാഫ് ഇറ്റ് മൈറ്റ് നോട്ട് മേക്ക് റോണി ലാഫ് ഓർ someone else laugh. So ആ ഒരു that's a very good benchmark to have, only if I like it, I enjoy it, then I'll put it out on social media. put it out. ക്യോക്കി ഇപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ കോണ്ടന്റിൽ കോൺഫിഡന്റ് ആവണം. നിങ്ങൾ എന്തോ ഇടുന്നേ നിങ്ങൾ കോൺഫിഡന്റ് അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ വേറെ ഒരാൾ അന്നത്തെ കുറ്റം എടുത്തും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് കോൺഫിഡന്റ്ലി പറയാം എനിക്കൊന്നും തോന്നിയില്ല, ഐ വാസ് ടോട്ടലി ഹാപ്പി വിത്ത് ഇറ്റ് കറക്റ്റ്. അങ്ങനെ പിന്നെ ഇപ്പൊ എന്തെങ്കിലും ഇംപ്രവൈസേഷൻ ഉണ്ടെങ്കിൽ അത് വേറെ കാര്യം, അതിന് ഞാൻ നോക്കും. പിന്നെ എന്റെ ഓഡിയൻസ് ഇതും പറയും, ചേച്ചി ഇതിനകത്ത് ഇച്ചിരി ഇംപ്രൂവ് ഇങ്ങനെ ചെയ്യാം അങ്ങനൊക്കെ പറഞ്ഞിട്ട് ദാറ്റ് ഐ ടേക്ക് ഇറ്റ് വെരി സീരിയസ്ലി. ഞാൻ അതിനകത്ത് ഇംപ്രൂവ് ചെയ്യാൻ നോക്കും. അങ്ങനൊക്കെ. ഓക്കെ, before you go, one last scenario that I want to try, because എൻ്റെ ലൈഫിൽ സംഭവിച്ച ഒരു കാര്യമാണ്, and you had also made a video related to it. അപ്പോൾ this was the video where ഇപ്പോൾ that മനാലി പോകണമെന്ന് അമ്മയോട് പറയുന്ന ഇത്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ സിനാരിയോ പറഞ്ഞുതരാം, so that you can maybe try to make your response based on that. അപ്പം ഞാനൊരു when I was like 25 or something, I told my mother that എനിക്ക് മനാലി പോകണമെന്ന് പറഞ്ഞു. ആൻഡ് ഐ സെഡ് എനിക്ക് തന്നെ പോകണമെന്ന്. ലൈക്ക് നമ്മുടെ ലൈഫിൽ ഓരോന്നൊക്കെ കണ്ടിട്ട്, അതായത് ഇപ്പോൾ ചില പടമൊക്കെ കണ്ടിട്ട് വിൽ ബി ഇൻസ്പയർഡ് ടു ട്രാവൽ അലോൺ ആൻഡ് ഓൾ ദാറ്റ്, റൈറ്റ്? അപ്പോൾ മൈ മോം വാസ് ലൈക്ക്, വേണ്ട, നീ ആരുടെയും കൂടെ പോയാൽ മതി, അല്ലെങ്കിൽ നീ കല്യാണമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഐ വോണ്ട് യു ടു ഡു ദാറ്റ് വിത്ത് യു, ദാറ്റ് റോൾ പ്ലേ വിത്ത് യു, ആൻഡ് ദെൻ വിൽ ക്ലോസ് ഇറ്റ്. ഓക്കെ ഓക്കെ, ഞാൻ ഇങ്ങനെ സബ്ജി അറിഞ്ഞോണ്ടിരിക്കുക. ഓക്കെ. അമ്മ ഇച്ചിരി പൈസ തരണേ, എനിക്ക് ഒരു ട്രിപ്പിന് പോവാനാ. മനാലിയിൽ ഇപ്പൊ നല്ല ട്രാവൽ സീസൺ ആണ്. ഞാനിപ്പോ ഒരു 10,000 മണീസ് അല്ല, ഇവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് പോണ്ടേ അമ്മ, അതുകൊണ്ട്. ഫ്ലൈറ്റ് പിടിച്ച് പോകണം നിനക്ക് ഇളകാൻ പോണം. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ? ഇതൊന്നും വേണ്ട, എന്റെ വീട്ടിൽ ഇതൊന്നും നടക്കുന്നില്ല. എനിക്ക് വേണമെങ്കിൽ നീ വേറെ വീട്ടിൽ താമസിച്ചിട്ട് നിനക്ക് എന്ത് വേണമെങ്കിലും അമ്മ പ്ലീസ് ഒരു ഇല്ല പ്ലീസ് അമ്മ, ഒരു ഞാനിത് കുറെ നാളായിട്ട് പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നു അമ്മ. നീ ആരെ ചോദിച്ചിട്ടോ? നീ എന്നോട് ചോദിച്ചിട്ടാണോ പ്ലാൻ ചെയ്തത്? അല്ല, മനസ്സിൽ പ്ലാൻ ചെയ്ത കാര്യം പറഞ്ഞു. നീ നിന്റെ മനസ്സിലല്ലേ പ്ലാൻ ചെയ്തത്? എന്നോട് ചോദിച്ചായിരുന്നോ നീ? മനാലി എല്ലാരും, എന്റെ എല്ലാ ഫ്രണ്ട്സും പോയിട്ടുണ്ടമ്മ, ഞാൻ മാത്രം പോയിട്ടില്ല. എല്ലാരും കണച്ച് ചാടുമ്പോ നീയും ചാടുപോടാ നീ പറടാ. അല്ല പിന്നെ അവന്റെ അഹങ്കാരം പറയുന്നു അവന്. നീ കാലം കല്യാണം കഴിച്ചിട്ട് പമ്പർനാഥിന്റെ കൂടെ പോകാൻ നോക്ക്. അടിപൊളി, സൂപ്പർ. യു ഹാവ് അതായത് ഇപ്പൊ ലാസ്റ്റിലെ ആ ഒരു ഹുക്ക് ഉണ്ടല്ലോ, അത് എപ്പോഴും യു ഹാവ് എ സ്കിൽ ഫോർ ദാറ്റ്. ഇപ്പൊ ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ദ ഫ്രണ്ട്സ് അറൌണ്ട് യു ഹു മേക്ക് ദാറ്റ് ഹാപ്പൻ, ബട്ട് അടിപൊളിയാണ്. ലൈക്ക് ഐ എം സോ ഹാപ്പി ദാറ്റ് യു ആക്ച്വലി റെസ്പോണ്ടഡ്, ബിക്കോസ് ഞാൻ ആക്ച്വലി പ്രതീക്ഷിച്ചില്ല. ബിക്കോസ് ഐ ന്യൂ ദാറ്റ് യു ആർ ഗെറ്റിംഗ് സോ മെനി വ്യൂസ് ആൻഡ് DM ഒരു 100,000 DM കിട്ടുന്നുണ്ട്. അപ്പോൾ ഐ വാസ് കൈൻഡ് ഓഫ് ഷുവർ ദാറ്റ് you might not even see my DM, but it makes me so happy that we could do this, and I hope you had a good time too. Yeah, very much. Yeah, and this is the first thing, the video thing I'm doing with interview thing I'm doing with someone. So you are the first person. Thank you so much. And ingana pala opportunities varatte, act cheyan opportunities varatte. I just want to say that there are a lot of us who really love your content, and you bring a lot of happiness in our lives. So thank you so much for what you do. Thank you so much, Ronnie, and your podcast made reach all the heights. I wish it reached all the heights. Because I know the feeling you are, I mean, റോണിക്ക് ഇപ്പം നല്ല ഹാപ്പിനെസ് വരുമോ ഇത് കണ്ടിട്ട്? ഐ മീൻ വാട്ട് യു ആർ ഡൂയിങ്. സോ എന്റെ എല്ലാ ആശീർവാദം മോനെ നിന്റെ കൂട്ടത്തിലുണ്ട്. താങ്ക് യു, മേഴ്സി ആന്റി.